ഹിന്ദി ഭയങ്കര ചെയ്ത് ചെവി വേദന എടുക്കുന്ന പോലെ. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഇവിടെ വരെ നോക്കിയത് ഫാമിലിന്റെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി ആയിരുന്നു നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാമിലിന്റെ നെക്സ്റ്റ് ഭാഗമാണ്. നമ്മൾ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി. ഒന്ന് യൂണിവേഴ്സാലിറ്റീനെ പറ്റി നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ മേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു, മാരേജ് ഉണ്ടാവും, കോമൺ റെസിഡൻസ് ഉണ്ടാവും, ഒരു എക്കണോമിക്കൽ പ്രൊവിഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ജനറലി ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് ഫാമിലി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞു പല ആളുകൾക്കും പല ഡെഫിനേഷൻ ആയിരിക്കും ഫാമിലി. ചില ആളുകൾ പറയും ഫാമിലി എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ്. ചില കമ്പനികൾ പറയും ഞങ്ങളൊരു ഫാമിലിയാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ അമ്മ മാത്രം അടങ്ങുന്നതായിരിക്കും. അപ്പം അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ ഒരു ജോയിന്റ് ഫാമിലിയെ നമ്മളൊരു ഫാമിലി ആയിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഫാമിലി ഓരോ ആളുകൾക്കും ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അല്ലെ. അപ്പം ഇവിടെ ഫാമിലിന്റെ ജസ്റ്റ് നമുക്ക് ചോദിക്കുവാണെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഓഫ് ഫാമിലിയാണ് ഡിഫറെന്റ് തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ ഫാമിലിയെ പറ്റി ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ എന്ത് ചെയ്യാം, എന്താണ് ഫാമിലി എന്ന് ഡിഫൈൻ ചെയ്ത് തന്നെ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഒരു 3-4-5 ഡെഫിനേഷൻ ഉണ്ട്. ഇതൊന്നും എല്ലാം കാണാതെ പഠിക്കേണ്ട, പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം കാണാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 നമുക്ക് വളരെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ സാധനത്തെ തന്നെ ഒരു വേർഡാക്കി മാറ്റിയതാണ് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഡെഫിനേഷൻ കൊടുത്തത്. അപ്പൊ അങ്ങനെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ഫാമിലിന്റെ ഇതിൽ എന്താണ് അതിന്റെ ഡെഫിനേഷൻ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് ഡെഫിനേഷൻ, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ സെക്സ് റിലേഷൻഷിപ്പ്, ഓക്കെ, sufficiently precise and enduring to provide for the procreation and upbringing of children. മാക് ഐവറിന്റെ ഒരു ഡെഫിനേഷൻ ആണ്. ഡെഫിനേഷൻ പറയുന്നത് എന്താണ്, ഫാമിലി എന്ന് പറയുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ അതെന്താണ്, പ്രിസൈസ് ആണ്, അതേപോലെ തന്നെ എന്താണ്, എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ്. എന്തിനാണ് ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത് ഫാമിലിയിൽ? ടു പ്രോക്രിയേഷൻ ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ. നമ്മുടെ ഒരു എന്താ പറയാ, ഈ പഴയ കാലത്ത് കാരണവന്മാരുടെ ചിന്താഗതി ഉള്ള ഒരു ഡെഫിനേഷൻ ആണത്. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളെ ഉണ്ടാക്കാനും സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളെ വളർത്താനും വേണ്ടിയിട്ടാണ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് മാക് ഐവറിന്റെ ചിന്താഗതി. അതൊക്കെ ഇത് പഴയ ഡെഫിനേഷൻ, പഴയ ആളുകളാണ്. അപ്പൊ അവര് ഫാമിലിനെ കാണുക എന്ന് പറയുന്നത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ്, പ്രൊക്രിയേഷൻ, അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ. അപ്പൊ അത് നമ്മൾ ആ കീവേഡ് ഓർത്ത് വെച്ചാൽ തന്നെ ആ ഡെഫിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് വേണോ? അപ്പൊ ഇനി രണ്ടാമത്തെ തരാട്ടോ. സോ രണ്ടാമത്തെ വേറൊരു ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹൂസ് റിലേഷൻ ഈസ് ഫാമിലി. രണ്ടാമത്തെ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹൂസ് റിലേഷൻ ടു വൺ അനദർ ആർ ബേസ്ഡ് അപ്പോൺ കോൺസാഗ്യുനിറ്റി ഹു ആർ ദെയർഫോർ kin ഫോർ അനദർ. കോൺസാഗ്യുനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വേർഡ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കോൺസാഗ്യുനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് റിലേഷൻഷിപ്പ്. അത് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പാണ്. എന്തിന്റെ പേരിലാണ് ആ ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്? ഓൺ കോൺസാഗ്യുനിറ്റി, അതായത് ബ്ലഡ് റിലേഷൻഷിപ്പ്. സോഷ്യോളജിയിൽ ബ്ലഡ് റിലേഷൻഷിപ്പിന് പറയുന്ന ഒരു വേർഡാണ് എന്തെന്ന് പറയുന്നത്, കോൺസാഗ്യുനിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ കോൺസാഗ്യുനിറ്റി എന്ന് പറയുന്നത് എന്താണ്, ത്രൂ ബ്ലഡ് റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവരൊരു കുടുംബം, കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കുടുംബം, അവർ കുടുംബമാണെന്ന് വിളിക്കുന്നു എന്നുള്ളതിനെയാണ് ഫാമിലി എന്ന് പറയുന്ന ഡെഫിനേഷൻ. നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനേഷൻസ് ഓഫ് ഫാമിലീസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പം 2-3 ഡെഫിനേഷൻസ് നമ്മൾ നോക്കുകയാണ്. ഇതിലെന്ത് ചെയ്യാനാണ്, ഏതെങ്കിലും 2 നിങ്ങൾക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, താമസിച്ച് വന്നോണ്ട്. ഇപ്പൊ ഫാമിലി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ്, വേറൊരു ഡേവിസ് ആൻഡ് മോറിന്റെ ഡേവിസിന്റെ ഒരു ഡെഫിനേഷൻ ആണ്. അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് JP മുഡ്രോക്കിന്റെ ഡെഫിനേഷൻ ആണ്. കുറച്ചുകൂടി നല്ല ഡെഫിനേഷൻ ഇതായിരിക്കും വരിക. JP മുഡ്രോക്കിന്റെ കുറച്ചുകൂടി എന്താ പറയാ, ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. So family is a group characterized by common residence, ഒന്നിച്ച് താമസിക്കുന്നു, economic cooperation, reproduction, and it includes adults of both sexes, at least 2 of whom maintain a socially approved sexual relationship, 1 or more children or own or adopted of sexually cohabiting adults. Okay, ഇവിടെ എന്തൊക്കെയാ പറയുന്നുണ്ട്, കുറച്ചുകൂടി ഇതല്ലേ. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും ഫാമിലിയിൽ, പക്ഷെ അതെന്താണ്, സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിൽ ഈ അഡൽട്സ് തമ്മിൽ എന്തുണ്ടാവും, ഇവിടെ എന്തുണ്ടാവും, അവർ ഒന്നിച്ച് താമസിക്കും. അതേപോലെ തന്നെ ദർ വിൽ ബി എക്കണോമിക്കൽ പ്രൊവിഷൻ അല്ലെ, ഒന്നിച്ച് താമസിക്കാനും അതേപോലെ തന്നെ
എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് ഇവർ ചെയ്യും, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, അതായത് ചിൽഡ്രനെ റീപ്രൊഡ്യൂസ് ചെയ്യുക, ചൈൽഡ് റീപ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇവർ ചെയ്യുന്നുണ്ടാവും. അഡൽട്സ് തമ്മിൽ എന്തുണ്ടാവും? സെക്ഷൽ റിലേഷൻഷിപ്പ് ഒരു ഫാമിലിയിൽ ഉണ്ടാവും. അതേപോലെ അത് സോഷ്യലി അപ്രൂവ്ഡ് ആയിരിക്കും. ആൻഡ് 1 or more ചിൽഡ്രൻ ഉണ്ടാവും. അത് ഓൺ ആവാം, അഡോപ്റ്റഡ് ആവാം. അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണെങ്കിലും അത് നമ്മൾ ഫാമിലി എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സോഷ്യൽ അപ്രൂവൽ ഉണ്ടായാൽ മതി. ഇപ്പൊ ഓൺ ചിൽഡ്രൻ, ഇപ്പൊ അഡോപ്റ്റഡ് ചിൽഡ്രനെയും ഓൺ ചിൽഡ്രനെയും സോഷ്യോളജി ഒരേപോലെ കാണുന്നത്. കാരണം സോഷ്യോളജിക്കലി അയാൾ അച്ഛനും അമ്മയാണ്, സൊസൈറ്റി വെച്ച് നോക്കുമ്പോൾ ആണ്. അഡോപ്റ്റഡ് ആവണമെന്നില്ല, അഡോപ്റ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല. ആൻഡ് സെക്ഷലി കൊഹാബിറ്റിംഗ്, ഇവർ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്ന സെക്ഷൽ റിലേഷൻ. അതാണ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്? ഇവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട് ബോത്ത് ദ സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് സെയിം സെക്സ് മാരേജിനെ പറ്റി ജെ പി മുൺട്രോക്ക് എന്ത് ചെയ്യുന്നില്ല? അഡ്രസ് ചെയ്യുന്നില്ല. ജെ പി മുൺട്രോക്ക് ഒരിക്കലും പറയുന്നില്ല സെയിം സെക്സ് ആളുകൾ തമ്മിൽ ചേരുന്ന ഫാമിലിയാന്ന് പറയുന്നില്ല. പറയുന്ന എന്താണ്? ബോത്ത് ദ സെക്സസ് ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 2 of them have to maintain sexual relationship. അപ്പൊ സെയിം സെക്സ് ഫാമിലിയെ പറ്റിയിട്ട് ജെ പി മുൺട്രോക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു ഫാമിലിയാണ്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഫങ്ഷണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ്, എല്ലാം പോസിറ്റീവാണ്, എല്ലാം നല്ലതെന്ന് മാത്രം തീരുമാനിക്കുന്ന ആളുകളാണ്. ഇനി ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആന്റണി ഗിഡൻസിന്റെ ഈ ഡെഫിനേഷൻ ആണ് എഴുതുന്ന കുറച്ചുകൂടി നല്ലത്. ഒരു മോഡേൺ റെപ്രസെന്റേഷൻ വരും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ഫാമിലിന്റെ സ്റ്റാറ്റസ് എന്താന്നുള്ള രീതിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഡയറക്ട്ലി ലിങ്ക്ഡ് ബൈ കിൻ കണക്ഷൻസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ആരൊക്കെ ആവാം? ആണും ആവാം, പെണ്ണും ആവാം, ആണുങ്ങൾ തമ്മിലാവാം, പെണ്ണുങ്ങൾ തമ്മിലാവാം. ഓക്കെ, ആൻഡ് ലിങ്ക്ഡ് ബൈ കിൻ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ട് കണക്ഷൻ ആവാം. അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് വിച്ച് അസ്യൂം റെസ്പോൺസിബിലിറ്റി ഓഫ് കെയറിംഗ് ഫോർ ചിൽഡ്രൻ. 2 അഡൽട്സ് എന്ത് ചെയ്താൽ മതി? ദോസ് ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് കെയറിംഗ് ചിൽഡ്രൻ. എന്താവണമെന്നില്ല, ഇത് ഏത് അഡൽട്സ് ആണെന്നുള്ളതിന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് എ ബ്രോഡ് ഡെഫിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് സെയിം സെക്സ് മാരേജസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡെഫിനേഷനിൽ. ചെറിയൊരു ഡെഫിനേഷനാണ്, പക്ഷെ ആ ഡെഫിനേഷൻ എന്ത് ചെയ്യുന്നത്? 2 പേഴ്സൺസ് ഹു ആർ റെഡി ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കെയറിംഗ് ചിൽഡ്രൻ ആർ കൺസിഡർ ആസ് എ ഫാമിലി എന്നുള്ളതാണ്. അപ്പം 2 വുമണ് വന്നിട്ട് എന്ത് ഒരു ചിൽഡ്രൻ അഡോപ്റ്റ്, അവർക്ക് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ഓൾസോ ദ ഫാമിലി. ജെ പി മുൺട്രോക്കിന്റെ ഡെഫിനേഷൻ എന്ത് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ഫ്രം ബോത്ത് ദ സെക്സസ് ആൻഡ് ദർ ഷുഡ് ബി സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. പിന്നെ എന്തുണ്ടാവും? കോമൺ റെസിഡൻസ്, കോമൺ എക്കണോമി ആൻഡ് റീപ്രൊഡക്ഷൻ ഫംഗ്ഷനും അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഏകദേശം ഫാമിലിന്റെ എല്ലാ സാധനങ്ങളും ആ ഡെഫിനേഷനിൽ വന്നു. അപ്പൊ ജെ പി മുൺട്രോക്കിന്റെ ഡെഫിനേഷൻ പഠിച്ചു നോക്കാം. അതേപോലെ തന്നെ എന്താ ഒരു മോഡേൺ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് ഒരു കൺക്ലൂഷന്റെ ആസ്പെക്റ്റിലേക്ക് എഴുതുമ്പോഴേക്കും ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഫാമിലി ഹാസ് ചേഞ്ച്ഡ്, അല്ലെങ്കിൽ ത്രൂ മോഡേണൈസേഷൻ ഫാമിലി, ദ ഐഡിയ ഓഫ് ഫാമിലി ചേഞ്ച്ഡ് ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം എഴുതുക? ആദ്യം ഫാമിലി പഴയതെന്ന് പുതിയതിലേക്കല്ലേ എഴുതുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഡെഫിനേഷൻ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ഏതാ നല്ല ഡെഫിനേഷൻ? ജെ പി മുൺട്രോക്കിന്റെ ഡെഫിനേഷൻ അല്ല, അങ്ങനെ ട്രഡീഷണൽ ഡെഫിനേഷൻ. അതിൽ നിന്ന് ഫാമിലി എവിടെ എത്തി? ഈ ആന്റണി ഗിഡൻസ് ഒക്കെ പറയുന്ന ജസ്റ്റ് കെയറിംഗ് ഫോർ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഫാമിലി ആക്കാം എന്നുള്ള രീതിയിലേക്ക് എന്ത് മാറ്റാൻ പറ്റും? നമ്മുടെ ഡെഫിനേഷനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ 2 ഡെഫിനേഷൻ പഠിച്ചാൽ മതി. എന്ത് ചെയ്യാ? ജസ്റ്റ് അത് കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അതിന്റെ ഐഡിയ ഓളത്ത് വെച്ചാൽ മതി. ഇപ്പൊ നമുക്ക് ജെ പി മുൺട്രോക്ക് പറഞ്ഞ എന്താണ്? കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ, റീപ്രൊഡക്ഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് അഡൽട്സ് ഓഫ് ബോത്ത് സെക്സ്, അറ്റ്ലീസ്റ്റ് 2 of them who maintain socially approved sexual relation. 1 or more ചിൽഡ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവും, ഓൺ ഓർ അഡോപ്റ്റഡ് ആയിരിക്കും. ഓഫ് ദ സെക്ഷലി കൊഹാബിറ്റിംഗ് അഡൽട്സിന് അവരെന്തെങ്കിലും കുട്ടികളും ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡെഫിനേഷൻസിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ഫാമിലിനെ പറ്റി നോക്കാനുള്ളത് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫാമിലീസ് ആണ്. സൊസൈറ്റിയിൽ ഞാൻ സോഷ്യോളജി പറഞ്ഞു, നമ്മൾ കുറച്ച് തിയറീസ് ആണ് പഠിക്കാനുള്ളത് കുറച്ച് ഏരിയാസിനെ പറ്റിയിട്ട്. ഇപ്പൊ ഡിഫറെന്റ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ക്ലാസിക്കൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. നമുക്ക് പല പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇവർ ഫാമിലിനെ കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫങ്ഷണലിസ്റ്റ് എന്നുള്ളത്. എന്താണ് ഫങ്ഷണലിസ്റ്റ്? അവര് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സിസ്റ്റത്തിനാണ്, സൊസൈറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽസിന് എന്തില്ല, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഫങ്ഷണലിസ്റ്റ് എപ്പോഴും സൊസൈറ്റിയിലുള്ള സിസ്റ്റംസ് എപ്പോഴും എന്താണ്, നല്ലതാണ്, പോസിറ്റീവ് ആണെന്ന് മാത്രമേ പറയുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം സിസ്റ്റം എപ്പോഴും ബെറ്റർ ആണ്. സോ ഇവർക്ക് സിസ്റ്റത്തെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടോ? ഒന്നുമില്ല. ഈവൻ സിസ്റ്റത്തിൽ ഫോർ എക്സാമ്പിൾ ഇവരോട് ഞാൻ ചോദിക്കുകയാണ്, പോവർട്ടി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നല്ലതാണോ ചീത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് പറയും? നല്ലതാന്ന് പറയും. പോവർട്ടീന്റെ നല്ല വശങ്ങളാണ് ഇവർ കാണുക. പോവർട്ടിക്ക് എന്തൊക്കെ നല്ല വശങ്ങളുണ്ട്? പോവർട്ടീനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ സൊസൈറ്റി? ദോഷങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇൻഇക്വാലിറ്റി വരുന്നുണ്ട്, പ്രശ്നങ്ങളാണ്, ഹെൽത്ത് മോശമായിരിക്കും. പക്ഷെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പോവർട്ടി ഫോർ ദ സൊസൈറ്റി? സൊസൈറ്റിക്ക് പോവർട്ടി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ?
ഒന്ന് ചീപ്പ് ലേബറായിട്ട് കിട്ടും. കാരണം പട്ടിണി ഉള്ളവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ചെറിയ പൈസക്ക് പണിയെടുക്കാൻ പോകും. ചീപ്പ് ലേബർ അവൈലബിലിറ്റി കിട്ടും. അതൊരു സൊസൈറ്റി ഗുണമല്ലേ? രണ്ട്, എങ്ങനെ? പക്ഷെ എല്ലാവരും ഇപ്പൊ സാധനം വിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, എല്ലാം വിറ്റ് എടുത്തൂടെ? വേറെ എന്തായിരിക്കും? പോവർട്ടി, ഓൺലൈൻ പോവർട്ടി കാരണം എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്? നിങ്ങൾ ഇതുവരെ ഗുണത്തെ പറ്റി ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല അല്ലെ? പോവർട്ടി കൊണ്ടുള്ള ഗുണത്തെ പറ്റി ചിന്തിച്ചില്ല. പക്ഷെ സോഷ്യോളജി നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ രണ്ട് ഭാഗം ചിന്തിക്കും. പുതിയ പുതിയ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ IAS IPS ഓഫീസർമാരെ മെയിൻ പരിപാടി എന്താണ്? പോവർട്ടി അലിവേഷൻ ചെയ്യുക. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉണ്ടാവാൻ കാരണം എന്താണ്? പോവർട്ടി ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സിന്റെ ജോലി തന്നെ എന്താണ്? ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോ ഓഫീസർമാർ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ പുതിയ എംപ്ലോയ്മെന്റ് പോസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താ? പോവർട്ടി ഉള്ളതുകൊണ്ട്. പോവർട്ടി ഇല്ല ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ജോലി കിട്ടില്ല. അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ പോവർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ മീനിയൽ ജോബ്സ് ചെയ്യാൻ വേണ്ടി ആളെ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡിന്റെ വേസ്റ്റ് എടുക്കുന്ന ആളുണ്ടാവും. പൈസക്കാരൻ വന്ന് ഫുഡിന്റെ വേസ്റ്റ് എടുക്കുമോ? പോവർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മീനിയൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലീനിങ് ജോലി, സിറ്റി ക്ലീൻ ചെയ്യുന്ന ജോലി, ഇതൊക്കെ എടുക്കാൻ ആളെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൊസൈറ്റിയിൽ പോവർട്ടി വേണം. ഇനി ഡെവലപ്ഡ് കൺട്രീസിൽ പോവർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ആർമിയിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുള്ളൂ. അത് ആർമി എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ആർമി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു വികാരമുണ്ട് അല്ലെ? ഇന്ത്യയിലെ ആർമി നമ്മൾ പാകിസ്ഥാൻ തല്ലണം എന്നൊക്കെ പറഞ്ഞ ഒരു വികാരത്തിൽ പോയിട്ട് ആർമി ചേരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിൽ പീപ്പിൾ ആർ ബിയോണ്ട് നാഷണലിസം, അങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ഉള്ള ആളുകളാണ്. സോ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പം ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിറ്റ് നമുക്ക് വരുന്ന, ഇന്ത്യയിലെ ആളുകൾക്ക് ഭാരതം എന്ന് പറയുന്ന സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കിയ പോലെ ഫ്രാൻസിലെ സിറ്റിസൺ ആ സ്പിരിറ്റ് ഫീൽ ചെയ്യില്ല. അപ്പൊ അവിടെ എങ്ങനെ പട്ടാളത്തിലേക്ക് ആളെ കൊണ്ടുവരും? കാരണം ലോ പേയിങ് ആണ്, ലൈഫ് ത്രെട്ടനിങ് ആണ്. അപ്പൊ അതിൽ ആള് വരണം എന്നുണ്ടെങ്കിൽ പോവർട്ടി വേണം. ഇപ്പൊ നാഷണൽ ഡിഫൻസിലേക്കൊക്കെ ആളുകളെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോവർട്ടി വേണം. ഇനി അതിലുപരി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ഭയങ്കര റിച്ച് ആയി, നിങ്ങൾ ഭയങ്കര പൈസക്കാരനായി. പൈസക്കാരനായിട്ട് ഒരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മൾ കാറ് മേടിച്ച് എല്ലാം മേടിച്ചു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സന്തോഷം കിട്ടണം എന്ത് വേണം? ഒരു പോയിന്റ് കഴിഞ്ഞാൽ സാധനം മേടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. പിന്നെ സന്തോഷം കിട്ടണം എന്ത് ചെയ്യണം? ഇപ്പൊ റിച്ചായ ചെയ്യുന്നവരെല്ലാവരും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ചാരിറ്റി ചെയ്യണം. ഞാൻ വേറൊരാൾക്ക് പൈസ കൊടുക്കുകയും അയാൾ എന്നോട് കടപ്പെട്ടിട്ട് ഇരിക്കുന്നു എന്നുള്ളതും ആളുകൾ അതിനെപ്പറ്റി പറയുമ്പോൾ മാത്രമേ എനിക്ക് എന്നോട് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഫീൽ ചെയ്യുള്ളൂ. യു ടേക്ക് എനി റിച്ച് പീപ്പിൾ, ആഫ്റ്റർ എ പോയിന്റ് ദേ വിൽ സ്റ്റാർട്ട് ചാരിറ്റി. ബിൽ ഗേറ്റ്സ് ആൻഡ് മിലിൻഡ ഫൗണ്ടേഷൻ എന്തിനാണ്? ദേ ഷുഡ് ഫീൽ ലൈക്ക് ദേ ആർ എ ഗുഡ് ഹ്യൂമൻ ബീങ്. യൂസുഫ് അലി എന്തിനാണ് ചെയ്യുന്നത്? ചാരിറ്റി ആയി ചെയ്യുമ്പോഴാണ് സെൽഫ് എസ്റ്റീം വർദ്ധിക്കുള്ളൂ. അവർക്ക് സ്വയം ഞാനൊരു അടിപൊളി മനുഷ്യനാണെന്ന് തോന്നണം. അപ്പൊ റിച്ച് ആയി കഴിഞ്ഞാൽ മനുഷ്യന് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പൊ റിച്ചിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആര് വേണം? പൂറായ ആളുകൾ എക്സിസ്റ്റ് ചെയ്യണം. ഇത് ഫംഗ്ഷനിസ്റ്റ് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും പോവർട്ടി കൊണ്ട് ഇത്ര ഗുണങ്ങളുണ്ട്. പോവർട്ടി നല്ലതാണ് സൊസൈറ്റിയിൽ. പോവർട്ടി ഇല്ലായിരുന്നെങ്കിൽ സൊസൈറ്റി എന്തായാലും മീനിയൽ ജോബ് ചെയ്യാൻ ആളെ കിട്ടില്ല. അപ്പൊ ക്ലീൻ ആവില്ല, ഇത് പട്ടാളത്തിലേക്ക് ആളെ കിട്ടില്ല. നമുക്ക് എന്താ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. കാരണം നമുക്കൊരു പർപ്പസ് ഇല്ലാതായി ഇപ്പോൾ ലൈഫിൽ റിച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല്. നമ്മളൊക്കെ അടിപൊളിയായി നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോവർട്ടി വേണം. സോ ഇവരെ സംബന്ധിച്ചോളം പോവർട്ടി എന്താണ്? പോസിറ്റീവ് ആണ്. ഇവരോട് ചോദിക്കുകയാണ് കാസ്റ്റ് സിസ്റ്റം മോശമല്ലെന്ന് വെച്ചാൽ ഇവര് പറയും കാസ്റ്റ് നല്ലതാണ്. കാരണം എന്താണ്? കാസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ആണ്. ദർ ഇസ് എ സെഗ്രിഗേഷൻ ചെയ്യുന്നുണ്ട് കാസ്റ്റിനകത്ത്. കാസ്റ്റ് ഉള്ളത് കൊണ്ട് കോമ്പറ്റീഷൻ കുറയ്ക്കുന്നുണ്ട്. കാസ്റ്റ് ഉള്ളത് കൊണ്ട് ആപ്റ്റ് ആയ ആള് മാത്രം എന്ത് ചെയ്യുന്നു? ആപ്റ്റ് ആയ ജോലിക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അവിടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് നല്ലതാണ്. ജെൻഡർ ഇൻഇക്വാലിറ്റി നല്ലതാണോ? നല്ലതാണ്. കാരണം എന്താണ്? അപ്ബ്രിങ്ങിങ് ചെയ്യണമെങ്കിൽ വുമൺ വേണം. വുമൺ കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡിന്റെ സോഷ്യലൈസേഷൻ ബാധിക്കില്ലേ? സോ ഫോർ ദം എവറിത്തിങ് വിൽ ബി പോസിറ്റീവ്. അപ്പൊ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്തായിരിക്കും പറയാ? ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ്? നല്ലതാണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇവര് ഫാമിലിയെ പറ്റി പറയാൻ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കോ? പോസിറ്റീവ് ആണ്. ഇവരെന്താണ്? ഇവരെ സംബന്ധിച്ചോളം സൊസൈറ്റിയിലെ ഓരോ സാധനങ്ങളും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ബോഡീന്റെ ഓർഗൻസ് പോലെയാണ്. ഇപ്പൊ ഒരു ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചോളം എന്തൊക്കെയുണ്ട്? കിഡ്നി ഉണ്ട് അല്ലെ, ഹാർട്ട് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, എല്ലാം ഉണ്ട്. അപ്പം
ഈ ഹ്യൂമൻ ബോഡിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബോഡിയിലെ കിഡ്നിൻ്റെതായ ഒരു ഫംഗ്ഷൻ ഇല്ലേ? കിഡ്നിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫിൽട്രേഷൻ ചെയ്യുക, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, നമ്മൾ ബോഡി പ്യൂരിഫൈ ചെയ്യാന്ന് പറയുന്നത് കിഡ്നിന്റെ ഫംഗ്ഷൻ. ഹാർട്ടിന്റെ ലങ്സിന്റെ ഫംഗ്ഷനോ? എയർ സർക്കുലേഷൻ, എയർ എടുക്കുക, ലങ്സ്, ഹാർട്ട് എന്ത് ചെയ്യും? ബ്ലഡ് സപ്ലൈ നോക്കും, ബ്രെയിൻ ചിന്തിക്കും. സോ ഈച്ച് ഓർഗൻ വിൽ ബി ഹാവിംഗ് ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ, ബട്ട് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഈച്ച് അതർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം ടേക്കിംഗ് കിഡ്നി ഔട്ട് ഓഫ് മൈ ബോഡി, വാട്ട് വിൽ ഹാപ്പൻ? ഐ വിൽ ഡൈ. കിഡ്നി ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. പക്ഷെ കിഡ്നിക്ക് ഒറ്റയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടോ? സോ ദേ ഹാവ് എ യുണീക് ഫംഗ്ഷൻ, ബട്ട് ദേ ഓൺലി വർക്ക് ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മെയിൻ പാർട്ട്. ഇതേപോലെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ കുറെ ബോഡി പാർട്ട് ഉണ്ട്. ഫാമിലി ഉണ്ട്, എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ സ്ഫിയർ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, അല്ലേ? സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെ ഓരോരോ പാർട്ട് ഉണ്ട് സൊസൈറ്റിയിൽ. ഇതിനെല്ലാത്തിനും ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ഉണ്ട്. ഫാമിലിക്ക് ഫാമിലിന്റെ ആയ ഫംഗ്ഷൻ ഉണ്ട്, റിലീജിയന് റിലീജിയന്റെ ആയ ഫംഗ്ഷൻ ഉണ്ട്, പൊളിറ്റിക്ക് പൊളിറ്റിന്റെ ആയ ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇവരാരും ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവരെല്ലാവരും എന്താണ്? ഒരു യൂണിറ്റിൽ, ഒരു ബോഡി പോലെ, ഹ്യൂമൻ ബോഡി പോലെ എല്ലാം അറ്റാച്ച്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഇവർ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. സോ ഇവരെ സംബന്ധിച്ചോളം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും യുണീക് ഫംഗ്ഷൻ ഉണ്ട്. ആ യുണീക് ഫംഗ്ഷൻ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. സോ ഇവർക്കെല്ലാം അടിപൊളിയാണ്. സോ ഫംഗ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയാ ഇതെല്ലാം അടിപൊളിയാന്നുള്ളതാണ് പറയാ. ഇതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് വേറൊരു വ്യൂ പോയിന്റ് പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് പറയുന്നുണ്ട്. മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് ആരുതായിരിക്കും? കാൾ മാർക്സ് പറയുന്നതായിരിക്കും. കാൾ മാർക്സ് പൊതുവെ എന്താ പറയാ? കാൾ മാർക്സ് ആർക്കെതിരെയാണ്? കാൾ മാർക്സ് ബൂർഷകൾക്കെതിരെയാണ്, ക്യാപിറ്റലിസ്റ്റ് എതിരെയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് കാൾ മാർക്സ് എന്ത് പറഞ്ഞാൽ എന്ത് പറയും? ഫാമിലി ആരുണ്ടാക്കിയതായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാക്കിയതാണ്. വേറെ ഒന്നും ഇതിനകത്ത് പഠിക്കല്ല. റിലീജിയൻ പറയുമ്പോൾ കാൾ മാർക്സ് തന്നെ പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് റിലീജിയൻ. ബേസിക്കലി നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇനിഷ്യലി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഫെമിനിസ്റ്റ് അപ്രോച്ച് ഉണ്ട്. ഫെമിനിസ്റ്റ് എന്തായിരിക്കും പറയാ? ഫാമിലി ആരൊക്കെതിരെയാണ്? സ്ത്രീകൾക്കെതിരാണ്. ഫാമിലി ഉള്ളതുകൊണ്ട് വുമൺ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഫാമിലി ഉള്ളതുകൊണ്ട് മെൻ എന്ത് ചെയ്യാണ്? വുമണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണെന്ന് എന്നൊരു ആസ്പെക്ട് ആയിരിക്കും ആര് പറയാ? ഫെമിനിസ്റ്റ് അപ്രോച്ചിൽ പറയാം. അങ്ങനെ ഓരോ മാർക്സിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, ഫെമിനിസ്റ്റ് അപ്രോച്ച് ഉണ്ട്, പോസ്റ്റ് മോഡേൺ അപ്രോച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി എന്താന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ തിങ്കർ ആണ് നമ്മൾ ഇന്നലെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു. എന്താണ്? ഫാമിലിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ തിങ്കർ ആണ് ജെ.പി. മുഡ്രോക്ക്. സോ ജെ.പി. മുഡ്രോക്കിന്റെ പേര് പഠിച്ചു വെക്കണം. അത് തന്നെ നമ്മൾ ഡെഫിനേഷൻ പഠിക്കാൻ പറഞ്ഞത് സെയിം ആള് തന്നെയാണ്. ഇപ്പൊ ജെ.പി. മുഡ്രോക്ക് ഫാമിലിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തത് എന്താണ്? ഒരു 250 സൊസൈറ്റിയോളം പുള്ളി പഠിച്ചു. ഈ 250 സൊസൈറ്റിയിലും പുള്ളി കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം എന്താണ്? എല്ലായിടത്തും എന്തുണ്ട്? ഫാമിലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫാമിലി എല്ലായിടത്തും ഉണ്ട്. ഫാമിലി ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു ഫാമിലിക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് ഫാമിലി ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഫാമിലി എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പുള്ളി നോക്കുമ്പോൾ ട്രഡീഷണൽ സൊസൈറ്റിയിലും മോഡേൺ സൊസൈറ്റിയിലും ഒക്കെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെന്തുണ്ട്? ദർ ആർ ബേസിക് ഫംഗ്ഷൻ ഫോർ ഫാമിലി. എന്തൊക്കെയാണ് ജസ്റ്റ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ സെക്സ് ഡ്രൈവ്. ഓക്കെ, ഫാമിലി എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ഒരു ഹ്യൂമന്റെ ബേസിക്കലി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൽ നീഡ്. എല്ലാ ഹ്യൂമൻസ്, എല്ലാ ആനിമൽസിനും എന്തുണ്ട്? സെക്ഷൽ നീഡ്സ് ഉണ്ട്. ലൈക്ക് ദാറ്റ് ഹ്യൂമനും എന്തുണ്ട്? സെക്ഷൽ നീഡ്സ് ഉണ്ട്, അല്ലെ? പക്ഷെ ആനിമലും ഹ്യൂമനും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആനിമലിന് എന്ത് ചെയ്യാറില്ല? ഇമോഷണൽ ആക്ടിവിറ്റി കുറച്ചുകൂടി എന്താണ്? ഇപ്പൊ പട്ടിക്ക് ഇതൊക്കെ ഇമോഷണൽ ഉണ്ട്. നമ്മൾ എന്തുണ്ട്? നമ്മൾ അത്ര രീതിയിൽ അത്ര എന്തല്ല ഇമോഷണൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. ഇപ്പൊ ഫാമിലി ഇനിഷ്യലി വന്ന സമയത്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഫാമിലി ഇനിഷ്യലി വന്ന സമയത്ത് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മോണോഗമി എന്ന് പറഞ്ഞതാണോ ഫാമിലി തുടങ്ങിയത്? മനുഷ്യൻ വന്ന സമയത്ത് എന്തായിരുന്നു? പോളിഗമി പോലെയുള്ള അല്ലെങ്കിൽ ഓപ്പൺ സെക്സ് പോലെയുള്ള സിസ്റ്റം ആയിരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു? സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? സൊസൈറ്റി വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റിയിൽ എന്ത് വന്നിട്ടുള്ളത്? മോണോഗമസ് മാരേജ് സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പൊ ഈ മോണോഗമി ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? മോണോഗമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം സെക്സ് ചെയ്യാൻ നമുക്ക് ഒരാളെ കിട്ടും. ഇതാണ് ജെ.പി. മുഡ്രോക്ക് പറയുന്ന വൺ ഓഫ് ദി ഫീച്ചേഴ്സ്. കാരണം ഒരാൾ ഗ്യാരണ്ടീഡാ. ആൻഡ് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരാൾ മാത്രമേ ഇതെന്താ മോണോഗാമസ് ആണ്. ഒരാൾ മാത്രമായിട്ട് സെക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതെന്ത് ചെയ്യും? നമ്മുടെ സോഷ്യൽ എക്സിസ്റ്റൻസിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ഈ മോണോഗാമസ് ആയില്ലെങ്കിൽ സൊസൈറ്റി ഡിസ്ട്രോട്ടർ ആയിപ്പോനെ.
മോണോഗമസ് ഫാമിലി എന്ന് പറയുന്നത് സൊസൈറ്റി നിലനിൽക്കാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ മോണോഗമസ് അല്ലാന്ന് വിചാരിക്കുക, നിങ്ങളെല്ലാം പോളിഗമസ് ഫാമിലിയിലാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവാം സൊസൈറ്റിയിൽ. ഇതാണ് സൊസൈറ്റി അംഗീകരിച്ച നയം എന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നെവർ ഗെറ്റ് ഹാപ്പി ഓർ യു ആർ നെവർ വിൽ ബി ഔട്ട് ഓഫ് ആങ്സൈറ്റി. എന്തിൽ പറ്റും? നിങ്ങൾക്ക് ഒരിക്കലും വർക്കിൽ പോയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് എന്താ വേണ്ടത്? ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലേബർ ഫോഴ്സ്. നിങ്ങൾ വർക്കിന് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഭാര്യ ഇന്ന് വേറെ ആരെങ്കിലും കൂടെ പോവോ, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ അവിടെ തന്നെ ഉണ്ടാവോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിന് പ്രൊഡക്റ്റീവ് ആവോ? നിങ്ങൾ വർക്കിന് പ്രൊഡക്റ്റീവ് ആവുന്ന എങ്ങനെയാണ്? യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ദി ഫാമിലി. ചില കമ്പനികൾ കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, യു ടേക്ക് കെയർ ഓഫ് ദ കമ്പനി, വി വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. അതെന്തിനാ അങ്ങനെ എഴുതി വെക്കാൻ കാരണം? അതായത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിനെ പറ്റി worried ആവരുത്. ഭാര്യ എന്ത് പറയും, അല്ലെ സാധനം എന്ത് മേടിക്കാനുണ്ടോ, കുട്ടികളെ എഡ്യൂക്കേഷൻ നോക്കുന്നതിനെ പറ്റി പറയാൻ പാടില്ല. കംപ്ലീറ്റ്ലി എവിടെ പ്രൊഡക്ടിവിറ്റി കിട്ടണം? എനിക്ക് എന്റെ ഫാക്ടറിയിൽ പ്രൊഡക്ടിവിറ്റി കിട്ടണം. ഫാക്ടറിയിൽ പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ഫാമിലി വേണം? മോണോഗമസ് ഫാമിലി വേണം. കാരണം നിങ്ങൾക്ക് തിരിച്ചു പോയി കഴിഞ്ഞാലും യു ഷുഡ് ബി ഗ്യാരണ്ടീഡ് ദാറ്റ് യുവർ വൈഫ് വിൽ ബി അറ്റ് ഹോം. ഇത് മെയിൽ പെർസ്പെക്റ്റീവിലാണ് എഴുതിയിട്ടുണ്ടാവും ഇത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഹസ്ബൻഡ് അവിടെ ഉണ്ടാവണം. അത് തന്നെ. അപ്പൊ എന്താവണം? ഓട്ടോമാറ്റിക്കലി ഈ ഇൻഡിപെൻഡൻസ്, ആ ഒരു പേടിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഫാമിലി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ആ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഫാമിലി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നേരെ നിങ്ങൾ അഗ്രികൾച്ചർ സൊസൈറ്റി നോക്കിക്കേ. അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ കുറച്ചുകൂടി പോളിഗമസ് ആയിരിക്കും മാരേജ് കൂടുതൽ വരിക. പണ്ടത്തെ ആളുകൾ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ഒരുപാട് കുട്ടികളും ഉണ്ടാവും. കാരണം എന്താണ്? അഗ്രികൾച്ചറിൽ കൂടുതൽ ലേബർ ഇന്റൻസീവ് ആണ്. അവിടെ നമ്മളെ കുടുംബത്തുകാരെ ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പണിയെടുക്കുന്നത്. അപ്പൊ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ പേര് പണിയെടുക്കാൻ ഫീൽഡിൽ ഉണ്ടാവും. ദ മോർ പീപ്പിൾ അറ്റ് ഹോം മീൻസ് മോർ പീപ്പിൾ അറ്റ് ഫീൽഡ്. സോ അവിടെ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ മാരേജ് ചെയ്യാന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വർക്കറിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. സോ വർക്കർ എന്താവാൻ പാടില്ല? ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. ഫോർ ദാറ്റ് വർക്കറിന് എന്ത് വേണം? ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. ഈ മോണോഗാമസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇവിടെ സെക്ഷൽ ജലസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഹ്യൂമൻസ് എന്തിൽ ഡിപ്പെൻഡഡ് ആവില്ല? അവർ സെക്ഷൽ ജലസിയിൽ ഡിപ്പെൻഡഡ് ആയിരിക്കില്ല. അവരെന്തായിരിക്കും? ഫുൾ ടൈം ഓക്കെ, നമ്മൾ എന്താണ്, ഒരാൾക്ക് നമ്മളുണ്ട്, നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ഒക്കെ പോലെ വി ഡോണ്ട് കെയർ അബൌട്ട്, നമ്മളെ വിട്ടു പോവോ എന്നുള്ള പേടി എന്തുണ്ടാവില്ല. ഇപ്പൊ ആലോചിക്കുക, കല്യാണം കഴിക്കുന്നതിന് മുന്നേയും റിലേഷൻഷിപ്പ് ആയിരിക്കും നമ്മളുടെ വലിയ വ്യത്യാസം എന്താണ്? ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കുമ്പോൾ ഇൻസെക്യൂർ ആയിരിക്കും ചില ആളുകൾ ഭയങ്കരമായിട്ട്. കാരണം ഇവൾ എന്നെ വിട്ടുപോ, ഇവൻ എന്നെ വിട്ടുപോ എന്നുള്ള പേര്. കല്യാണം കഴിക്കുന്ന മൊമെന്റോട് കൂടിയിട്ട് നമുക്ക് ആ ടെൻഷൻ ഇല്ല. രണ്ടെണ്ണം ചീത്ത പറഞ്ഞില്ല, പോവില്ല, കെട്ടി എന്ന് പറയുന്ന ധൈര്യത്തിലാന്ന് നിങ്ങൾ വിചാരിക്കില്ലേ? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഈസ് എ ഫാമിലി. എല്ലാവരും തമ്മിൽ എന്തൊരു കണക്ഷൻ, അവിടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് എന്ന് പറയുന്ന ഫോർമൽ സിസ്റ്റം അവിടെ സംഭവിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതൊരു ദാറ്റ് വിൽ ഗിവ് യു മോർ സ്റ്റെബിലിറ്റി. ദാറ്റ് മീൻസ് മോർ പീപ്പിൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലൂടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര കെയോസ് അല്ലേ? എന്നും പ്രോബ്ലംസ് ആയിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും. സൊസൈറ്റിയിൽ എന്തുണ്ടാവില്ല? ഈ ഇപ്പൊ കാണുന്ന കഷ്ടപ്പാടുകളൊന്നും എന്തുണ്ടാവില്ല? സൊസൈറ്റിയിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു റീസൺ ആണ്. രണ്ടാമത്തെ ഫാമിലിന്റെ ഫംഗ്ഷൻ ആയിട്ട് ജെ പി മുഡ്രോക്ക് പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആണ്. റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫാമിലി നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? പുതിയ ജനറേഷൻ വേണം. അപ്പൊ ഫാമിലിന്റെ ഏറ്റവും വൺ ഓഫ് ദ അനദർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്രൊഡക്ഷൻ ചെയ്യുക. ഫാമിലി എന്ത് ചെയ്യണം? കുട്ടികൾ വീണ്ടും വീണ്ടും ജനറേഷനിലേക്ക് വരിക എന്നുള്ളതൊരു ഫംഗ്ഷൻ ആണ് ഫാമിലിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ. മൂന്നാമത് സോഷ്യലൈസേഷൻ ഓഫ് യങ്, പുതിയ ജനറേഷൻ, പുതിയ കുട്ടികൾ. ഒന്ന്, കുട്ടികൾ ഉണ്ടാക്കി സ്റ്റേബിൾ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണം. രണ്ട്, റീപ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ വേണം. റീപ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കുട്ടികളെ സോഷ്യലൈസ് ചെയ്യണം. സോ അവരെന്ത് ചെയ്യണം? പുതിയ സൊസൈറ്റിന്റെ ആസ്പെക്റ്റിലേക്ക്, അവരുള്ള പുതിയ നോംസ് ആൻഡ് വാല്യൂസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കണം. ഇപ്പം നോണ പറയുന്നത് തെറ്റാണ് അല്ലെ? ഇപ്പൊ സൊസൈറ്റിയുടെ നോംസ് നോണ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കില്ല. മുത്തശ്ശി കഥകൾ പറഞ്ഞു തരില്ല. നോണ പറഞ്ഞ ആളെ കണ്ണിൽ കൂടെ തീ വരുന്നതും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് നമ്മൾ പേടിപ്പിക്കില്ലേ? ഇപ്പൊ നമ്മൾ ഉറക്ക വർത്താനം, പെൺകുട്ടികൾ ഉറക്ക വർത്താനം പറയുകയാണെങ്കിൽ ഫാമിലി പറയില്ലേ പെൺകുട്ടികൾ ഉറക്ക വർത്താനം പറയാൻ പാടുണ്ടോ, പതുക്കെ വർത്താനം പറയണം എന്നൊക്കെ വീടുകളിൽ പറയാറില്ലേ? പഴയ വീടുകളിൽ, ഇപ്പോഴത്തെ വീടുകളിലല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി ഇതെന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? പെണ്ണെന്ന് പറയുന്നത് എന്താണ്? ഒരു ആണിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. കാരണം ആ സൊസൈറ്റിക്കുള്ള ജെൻഡർ പാട്രിയാർക്കൽ സൊസൈറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാണ്? നമ്മളെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. 6 മണിക്ക് ശേഷം പെൺകുട്ടികൾക്ക് വീട്ടിൽ കയറാൻ പാടില്ല. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ കയറണം. ആണുങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 10 മണി വരെയൊക്കെ വീട്ടിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഒക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളൂ. ഒരു ടൈം കഴിഞ്ഞ ആണുങ്ങൾ എപ്പോൾ വീട്ടിൽ കയറിയാലും കയറിയില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയാണോ? കാരണം അവര് പോകുന്നത് ചോദിക്കും, താമസിച്ച് കഴിഞ്ഞാൽ അവർ അന്വേഷിച്ച് വരും. ഓക്കെ,
അപ്പം ഓരോ കാര്യത്തിൽ എന്താണ് രണ്ടുപേരെ ലൈഫ് എന്താണ് ആക്ച്വലി ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറെന്റ് ആവാൻ കാരണം? കാരണം രണ്ടുപേരിൽ നിന്നും സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന റോൾ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്? സൊസൈറ്റിക്ക് വേണ്ട വുമൺ ഇതാണ്, അതെങ്ങനെയാന്നുള്ള രീതിയിലാണ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മെന്നിന് എന്ത് ചെയ്യുന്നു? ആ രീതിയിലായിരിക്കും സൊസൈറ്റി ഷേപ്പ് ചെയ്യുക. അപ്പൊ ആ സോഷ്യലൈസേഷൻ ഓഫ് നോംസ് ആൻഡ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യും? പഠിപ്പിച്ചു തരും. ദെൻ മെമ്പേഴ്സിന്റെ എക്കണോമിക് നീഡ്സ് എന്ത് ചെയ്യണം? ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്കണോമിക്കൽ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ട്രഡീഷണൽ സൊസൈറ്റിയിലാണെങ്കിൽ ഫാമിലി തന്നെയല്ലേ പ്രൊഡക്ഷൻ നടക്കുന്നത്? പണ്ട് ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഫാമിലി അതിന്റെ ചുറ്റും തന്നെ എന്താണ്? ലാൻഡ് ഉണ്ടാവും, ആ ലാൻഡിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഫാമിലി തന്നെ എന്താണ്? ഒരു എക്കണോമിക്കൽ യൂണിറ്റ് ആണ്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഫാമിലി എന്തായി മാറും? ഒരു ലേബർ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫാമിലി. ഫാമിലിന്റെ മേജർ ഉദ്ദേശം എന്താണ്? പുതിയ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കുള്ള ലേബറിന് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താനുള്ള ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുക. ഇപ്പൊ ചൈന എന്ത് ചെയ്യുന്നുണ്ട്? വൺ സൈഡ് പോളിസിന്ന് മാറി ഇപ്പം പുഷ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 2 or more സൈഡിലേക്ക് പോകണം എന്നാണ് പുഷ് ചെയ്യുന്നത്. കാരണം എന്താണ്? ചൈനയിൽ ലേബർ കോസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. കാരണം അവൈലബിലിറ്റി ഓഫ് ലേബർ കുറഞ്ഞു. അപ്പം ഇനി എങ്ങനെ ലേബറിനെ കൂട്ടണം? ചീപ്പ് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ചീപ്പ് ലേബർ കിട്ടണം. ചീപ്പ് ലേബർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിനോട് കൂടുതൽ റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറയണം. സോ നമ്മൾ എല്ലാം ആ ഒരു ഇൻഡസ്ട്രിയൽ ആസ്പെക്റ്റിലാണ് ചെയ്യുന്നത്. ഫാമിലി ആക്ട് ആസ് എ എക്കണോമിക് യൂണിറ്റ് വിച്ച് ഹാസ് ഇറ്റ്സ് മോഡേൺ പ്രൊഡക്ഷൻ ഗിവിംഗ് ആഡിക്വേറ്റ് ലേബർ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലിക്ക് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് JP മുഡ്രോക്ക് പറഞ്ഞിട്ടുള്ള ഫാമിലിന്റെ ഫങ്ഷൻസ്. സോ JP മുഡ്രോക്ക് പറഞ്ഞിട്ടുള്ള 4 ഫങ്ഷൻസ് ആണ്. ഒന്ന് സ്റ്റേബിൾ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. സോ ദർ വിൽ ബി മോണോഗമസ് മാരേജ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ പറ്റും? നമുക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ സെക്ഷൽ ജലസി ഒഴിവാക്കാം, സ്റ്റേബിൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും ഫാമിലി ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ ക്യാരക്ടർ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? മേറ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. മൂന്നാമത് സോഷ്യലൈസേഷൻ ഓഫ് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ എന്ത് ചെയ്യുക? സോഷ്യലൈസേഷൻ ചെയ്യാന്നുള്ളതാണ്. നാലാമത്തെ ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി ആസ് ആൻ എക്കണോമിക്കൽ പ്രൊവൈഡർ. ഫാമിലിയിലെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ പണിക്ക് പോകുന്നുണ്ടാവും. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരങ്ങനെ ഇൻകം കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി വിൽ സപ്ലൈ ലേബേഴ്സ് ടു ദി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അങ്ങനെയും ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫാമിലിന്റെ എന്ത് നമുക്ക് പറയാൻ പറ്റിയ ഡിഫറെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ട് ഇതുവരെ ഓൺലൈൻ? ക്ലിയർ സാർ, ഓക്കെ. നെക്സ്റ്റ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് തന്നെ വരുന്ന തിങ്കർ ആണ് താൽക്കോട്ട് പാർട്സൺ എന്ന് പറയുന്ന ആൾ കേട്ടോ. നെക്സ്റ്റ് തിങ്കർ ആണ് താൽക്കോട്ട് പാർട്സൺ. ഇയാൾ നമുക്ക് മേജർ ആയിട്ട് പഠിക്കാനുള്ള 6 തിങ്കർമാരില്ലേ, അതിലൊരു തിങ്കറാണ് താൽക്കോട്ട് പാർട്സൺ എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലക്സ് ആണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇയാൾ ഇച്ചിരി പ്രശ്നക്കാരനാണ്. ഇയാൾക്ക് കാരണം ഇയാൾ ബേസിക്കലി ഇയാൾ പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. ഇയാളൊരു എന്താ പറയാ ബുക്കിഷ് സ്കോളറാണ്. ഇയാൾ കുറെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ആ ബുക്ക് വെച്ചിട്ട് ഇയാൾ കുറച്ച് വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കുറെ തിയറി ഉണ്ടാക്കിയത്. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്കും മനസ്സിലാവില്ല ഇയാൾ എന്താ പറയുന്നത്. ഇയാൾ ആദ്യം പറയുന്നതിനെതിരെ ആയിരിക്കും പിന്നെ പറയും. ഇപ്പോഴല്ല, നമ്മൾ തിങ്കേഴ്സിന്റെ ടോപ്പിക് പഠിക്കുമ്പോൾ ഇയാൾ ഇച്ചിരി ഉള്ളതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ഇയാൾ മാത്രമല്ല, ബാക്കി എല്ലാവരും സിമ്പിളാ. പക്ഷെ ഇയാൾ കോംപ്ലക്സ് ആക്കിയത് ഇയാൾ തന്നെ എഴുതി 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 എവിടെ എത്തിപ്പോയി. ഇപ്പൊ ഫാമിലിയെ പറ്റിയിട്ട് താൽക്കോട്ട് പാർട്സൺ പറയുന്ന 2 തിയറിയാണ്. ഒന്ന് ഫങ്ഷണലിസ്റ്റ് തിയറി ഓഫ് ഫാമിലി, അതായത് എന്താണ് ഫാമിലിന്റെ ഫങ്ഷൻസ്. ഒന്ന് ഇവല്യൂഷണറി തിയറി ഓഫ് ഫാമിലി, ഫാമിലി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പുള്ളി പറഞ്ഞത്. ഇവല്യൂഷണറി തിയറി. സോ ബേസിക്കലി ഫാമിലി എന്ന് പറയുന്നത്, ഫാമിലി പണ്ട് എന്തായിരുന്നു? ആസ് പെർ പാർസൺ ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതിന് മുന്നേ ഫാമിലി എന്ന് പറയുന്നത് എന്തായിരുന്നു? ജോയിന്റ് ഫാമിലി ആയിരുന്നു. ജോയിന്റ് ഫാമിലി, അല്ലെങ്കിൽ ഇത് നമുക്ക് വിളിക്കാം എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് വിളിക്കും കേട്ടോ.
എന്താ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് 3 ജനറേഷൻ ഉണ്ടാവും അല്ലെ? ഞാൻ, എന്റെ അച്ഛൻ, അപ്പൂപ്പൻ, അതേപോലെ അങ്കിൾ ഉണ്ടാവും, ആന്റി ഉണ്ടാവും, ഇവരൊക്കെ വരുന്നതാണ് ജോയിന്റ് ഫാമിലി. സോ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഫാമിലി എന്ന് പറയുന്നത് എന്തായിരുന്നു? ജോയിന്റ് ഫാമിലി ആയിരുന്നു, അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആയിരുന്നു. അപ്പൊ ട്രഡീഷണൽ സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയാൻ കാരണം, ട്രഡീഷണൽ സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് ഫാമിലിയാണ്. കാരണം ട്രഡീഷണൽ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ മേജർ ആയിട്ടുള്ള എക്കണോമിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറിന് ഏറ്റവും നല്ലത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ജോയിന്റ് ഫാമിലിയാണ്. കാരണം ജോയിന്റ് ഫാമിലി ആകുമ്പോൾ എന്താണ്? വലിയ ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൽ പണിയെടുക്കാൻ എന്ത് വേണം? കുറെ ലേബേഴ്സിന് വേണം. ജോയിന്റ് ഫാമിലി കുറെ പേരുണ്ടാവും, കുറെ ആളുണ്ടാവുമ്പോൾ നമുക്ക് ലേബേഴ്സിന് എവിടെ അന്വേഷിച്ച് പോകണ്ട? പുറത്തൊന്നും അന്വേഷിച്ച് പോകണ്ട. പട്ടി പണിയെടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ എന്തുണ്ടാവും? കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ ജോയിന്റ് ഫാമിലി വാസ് വെരി ഫങ്ഷണൽ ടു ട്രഡീഷണൽ സൊസൈറ്റി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നത് എവിടെ തന്നെയായിരുന്നു? ഫാമിലി തന്നെയായിരുന്നു. വീട്ടിൽ തന്നെയാണ് ലാൻഡ് ഉള്ളത്, വീട്ടിന്റെ അവിടെ തന്നെയാണ് എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന സമയത്ത് എക്കണോമിക്കൽ ആക്ടിവിറ്റി ഫാമിലിയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഇത് എങ്ങോട്ട് മാറ്റി? നൗ ദി എക്കണോമിക്കൽ ആക്ടിവിറ്റി ഹാപ്പൻ ഇൻ ഫാക്ടറി, നോട്ട് ഇൻ ദി ഫാമിലി. അപ്പം ജോയിന്റ് ഫാമിലിന്റെ ഒരു ഒറ്റ പ്രശ്നം എന്താ അറിയോ? ജോയിന്റ് ഫാമിലി എവിടെ ഉണ്ടാവും? റൂറൽ ഏരിയയിലുണ്ടോ? ജോയിന്റ് ഫാമിലിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു 10-15 പേരായിട്ട് നിങ്ങൾ ആലോചിക്കുക, ജോയിന്റ് ഫാമിലി ആണ് നമ്മൾ ഇതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആദ്യം ബാംഗ്ലൂർ ജോലി കിട്ടി, നിങ്ങൾ അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്കിള്, ആന്റിമാരൊക്കെ ബാംഗ്ലൂർ കൊണ്ടുപോയി, നിങ്ങൾക്ക് ജോലി കിട്ടിയുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ജോലി മുംബൈക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു ഫ്ലൈറ്റ് തന്നെ വിളിക്കേണ്ടത് ഇവരെല്ലാം കൂടി മുംബൈയിലേക്ക് മാറ്റണമെങ്കിൽ. സോ ജോയിന്റ് ഫാമിലിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ദേ ആർ നോട്ട് മൊബൈൽ, ആൻഡ് കോസ്റ്റ് ഓഫ് ജോയിന്റ് ഫാമിലി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഒരാളുടെ ഇൻകം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ജോയിന്റ് ഫാമിലി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഫാക്ടറിയിൽ അപ്പൂപ്പയ്ക്കോ അമ്മൂമ്മയ്ക്കോ ഒന്നും മൊത്തത്തിൽ ജോലി കൊടുക്കാനും പറ്റില്ല. അപ്പൊ ജോയിന്റ് ഫാമിലി എവിടെ ഫങ്ഷനിലല്ല? പുതിയ മോഡേൺ സൊസൈറ്റിന് ഇതിനൊരു ഫങ്ഷനിലല്ല. അതുകൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു കഴിഞ്ഞപ്പം ഈ ജോയിന്റ് ഫാമിലി എന്തായി മാറി? പാർട്സിന് അതിനെ വിളിക്കുന്ന പേര് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. വെറും ന്യൂക്ലിയർ ഫാമിലി അല്ല, ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി. വൈ ഐസൊലേറ്റഡ്? ബിക്കോസ് ദേ ആർ ഐസൊലേറ്റഡ് ഫ്രം ദ ലാർജർ ഫാമിലി ഇൻ ദ റൂറൽ ഏരിയ. അവർ അതുമായിട്ട് ഒരു ബന്ധമില്ല, ഇവരൊന്ന് മുറിഞ്ഞുപോയി, ഐസൊലേറ്റഡ് ആയി. ദെൻ ദേ ആർ വെരി സ്മോൾ സൈസ്. ആൻഡ് പാർട്സും പറയുന്നത് ഈ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ഈസ് വെരി ഫങ്ഷണൽ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. എന്തുകൊണ്ടായിരിക്കും ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി വെരി ഫങ്ഷണൽ ടു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാൻ കാരണം, സോറി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയാൻ കാരണം? ഒന്നെന്താണ്? വൺസ് യു ആർ ഗെറ്റ് മാരീഡ്, ദേ ആർ ആക്ച്വലി ഹൈലി മൊബൈൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബാംഗ്ലൂർ ജോലി കിട്ടുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡും എന്ത് ചെയ്യുന്നു, ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നാളെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും? നിങ്ങൾ അവിടുത്തെ വാടക വീട് വിറ്റിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി മുംബൈയിലേക്ക് പോകും. മുംബൈയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി ചെന്നൈയിൽ പോയി. അപ്പൊ ഫാക്ടറി എവിടെയാണോ അങ്ങോട്ട് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഹൈലി ജോഗ്രഫിക്കലി മൊബൈൽ ആയതുകൊണ്ടും അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് കൂടുതൽ എന്ത് ചെയ്യും? ഈ ഫാക്ടറിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് വരും. രണ്ടാമത്തെ കാര്യം, ഇവർ ഐസൊലേറ്റഡ് അല്ലേ, അതായത് ഇവരെ നോക്കാൻ ആര് മാത്രമേ ഉള്ളൂ? ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ ലേബർ കമ്മിറ്റ്മെന്റ് ബാക്കിയുള്ളതിനെക്കാട്ടും കൂടുതൽ ആർക്കായിരിക്കും? ഒരു ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിയിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ലേബർ കമ്മിറ്റ്മെന്റ് കൂടാൻ കാരണം? ലേബർ കമ്മിറ്റ്മെന്റ് കൂടാൻ കാരണം എന്തായിരിക്കും? ജോയിന്റ് ഫാമിലിയില് ഞാൻ ജോലിക്ക് ഇന്ന് പോയില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമോ? കാരണം വേറെ അമ്മാവനും അപ്പൂപ്പനും അമ്മയൊക്കെ പണിയെടുത്ത് എന്ത് ചെയ്താൽ മതി, അവർ കൊണ്ടുവന്നോളൂ. പക്ഷെ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിയിൽ ഇപ്പൊ എന്റെ മാനേജർ എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. പക്ഷെ ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് എന്റെ വീട്ടിൽ ഇൻകം ആരും കൊണ്ടുവരും? ആരും കൊണ്ടുവരാനില്ല, ഭാര്യ കൊണ്ടുവരും അല്ലെ? ഭാര്യയും കൊണ്ടുവരില്ല, ആരും കൊണ്ടുവരാനില്ല. കാരണം ഒരാൾക്ക് മാത്രം ഇൻകം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജീവിക്കാനും പറ്റില്ല, രണ്ടുപേർക്ക് ഇൻകം വേണം. അപ്പൊ എന്റെ ജോലി പോവാതിരിക്കുക എന്നുള്ളതും എന്റെ ജോലിയിൽ എനിക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? എന്റെ ആവശ്യമാണ്, അത് കമ്പനീന്റെ ആവശ്യമല്ല. സ്വാഭാവികമായിട്ട് ഞാൻ കമ്പനി പോയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് എന്ത് ചെയ്യും? പണിയെടുക്കും. കമ്പനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? ഞാൻ പോയി പണിയെടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ബേസിക്കലി നമ്മൾ കമ്പനിക്ക് വേണ്ടി, നമ്മുടെ ആവശ്യമാണ് കമ്പനിക്ക് വേണ്ടി നമ്മൾ നല്ലോണം പണിയെടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരാളെ ജോലി കൊടുക്കും. വേറൊരാൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകം ഉണ്ടോ? ഇല്ല. അപ്പൊ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലിക്ക് വേറെ സപ്പോർട്ട് വരാനില്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ജോയിന്റ് ഫാമിലി പോലെ വേറൊരാൾ ഇൻകം കൊണ്ടുവരാനില്ലാത്തതുകൊണ്ട് ദെയർ ലേബർ കമ്മിറ്റ്മെന്റ് എപ്പോഴും കൂടുതലായിരിക്കും. അവർ കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കും. അവർ പെട്ടെന്ന് കരിയർ ഓറിയന്റഡ് ആയിരിക്കും. അവർ പെട്ടെന്ന് സാലറി കൂട്ടാനുള്ള പരിപാടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതേപോലെ തന്നെ
എക്സ്റ്റെൻഡഡ് ന്യൂക്ലിയർ ഫാമിലിനെക്കാട്ടും ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ത് കൂടുതലായിരിക്കും? അവര് ചെലവാക്കുന്നതും അതേപോലെ തന്നെ അവര് സേവിങ്സും ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ത് ചെയ്യില്ല, ജോയിന്റ് ഫാമിലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് പറഞ്ഞാൽ എക്കണോമിക്കൽ സേവിങ്സ് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ന്യൂക്ലിയർ ഫാമിലീസ് എന്ത് ചെയ്യും, അവർ പൈസ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത് സേവ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായിരിക്കും. പുതിയ കാർ മേടിക്കും, പുതിയ വീട് മേടിക്കും, പുതിയ സാധനങ്ങൾ മേടിക്കും. ന്യൂക്ലിയർ ഫാമിലി ആകുമ്പം ജോയിന്റ് ഫാമിലി മേടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സാധനങ്ങൾ മേടിക്കും. നിങ്ങൾ ആലോചിക്കേ, നമ്മളെല്ലാവരും ജോയിന്റ് ഫാമിലി ആയിരുന്നെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്ന ഐറ്റത്തിന്റെ എണ്ണവും, നമ്മളെല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ടി വി എത്ര മേടിച്ചു? ഇപ്പം മറ്റന്നാണ് ഒരു ടി വി മേടിച്ചാൽ മതി. ഇപ്പം നമ്മളെല്ലാവരും ഫാമിലി ആയിരുന്നു, നമ്മൾ ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നു, ഇപ്പം ഓരോ ടി വി മേടിച്ചു. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ഗുഡ്സ് എന്ത് ചെയ്യണം, വിറ്റ് പോകണം. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഏതാണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പം പാർസൺ പറയുന്നത് ഇൻ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ ദ ഫാമിലി വാസ് ജോയിന്റ് ഫാമിലി ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലി ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി മച്ച് ഫങ്ഷണൽ ഫോർ ദെൻ എക്കണോമിക്കൽ സിസ്റ്റം. അതെന്തായിരുന്നു? അഗ്രികൾച്ചർ സിസ്റ്റം ആണ്. വേറെ ലാൻഡിൽ പോയി ആളുകൾ പണിയെടുക്കണം. സോ എക്സ്റ്റെൻഡഡ് ഫാമിലി വിൽ ഗിവ് യു ലേബർ ഫോർ സപ്ലൈ. ബട്ട് ഹൗവർ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് സംഭവിച്ചു? The economical function of family is detached and shifted to factory. Now, what we need a isolated, nuclear, geographically mobile ആയിട്ടുള്ള ലേബർ ഫോഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. സോ അതിന് ഏറ്റവും ഫംഗ്ഷൻ ഏതാണ്? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി, ബിക്കോസ് ദേ ആർ ഹൈലി ജോഗ്രഫിക്കലി മൊബൈൽ ആസ് വെൽ ആസ് എന്താണ്, ദെയർ ലേബർ കമ്മിറ്റ്മെന്റ് വിൽ ബി വെരി ഹൈ. ഓൾസോ ബാക്കിയുള്ളവരെക്കാട്ടും എന്താണ്, ജോയിന്റ് ഫാമിലിനെക്കാട്ടും ഇവരെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് റെഡി ഫാമിലിയാണ്. അവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, അവർ ഇൻവെസ്റ്റ് ചെയ്യുക, അവർ കുറച്ചുകൂടി പൈസ ഇറക്കുന്ന ടീംസ് ആണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ആണ് നല്ലത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് ഏറ്റവും നല്ലത്. ഇനി ഫങ്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫാമിലീസിന്റെ ഫങ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫങ്ഷൻസ് ഓഫ് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർസൺ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, പാർസൺ നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 4 ഫംഗ്ഷൻ ആണ് മേജർ ആയിട്ട് ഒരു ഫാമിലിക്ക് ഉള്ളത്. ഒന്ന് സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ. സോഷ്യലൈസേഷൻ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൊസൈറ്റിയിലുള്ള നമ്മുടെ വാല്യൂസ് കാര്യങ്ങളൊക്കെ തരാം. അപ്പൊ നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളിപ്പം ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വലിയൊരു പ്രമാണിയിൽ അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളുടെ മോനോ മോളാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരാളടുത്ത് പോയി പരിചയപ്പെട്ടു. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ചെയ്യുന്നതിനെക്കാട്ടും ചോദിക്കുന്നത്, നീ ആരെ മോനാന്നല്ലേ ചോദിക്കുക. ബേസിക്കലി ആരെ, ഏത് വീട്ടിലെയാ, ഇപ്പൊ നാട്ടിലെ, ഇപ്പൊ ഇവിടെ തിരുവനന്തപുരം സിറ്റികളിൽ ആരും അങ്ങനെ ചോദിക്കില്ല, കാരണം സിറ്റികളെല്ലാം അനോണിമസ് ആണ്. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്താണ് നിങ്ങൾ ചെല്ലുന്നത്, നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ ആരെ മോന, എവിടുത്തെ, ഏത് വീട്ടിലെയാ, അല്ലെ വീട്ടുപേരെന്താ, അല്ലെ, അല്ലെ നിങ്ങളുടെ കാസ്റ്റ് ഏതാ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, എന്താ ഇപ്പൊ രണ്ടാമത്തെ പേരെന്താന്നുള്ള രീതിയിൽ ചോദിക്കും. എന്തിനാ ഇങ്ങനെ ചോദിക്കാൻ കാരണം? വൈ ദേ ആർ ആസ്കിങ്, ലൈക്ക് ഇപ്പൊ നിങ്ങളോട് പരിചയപ്പെടുന്നു, മോൻ ഏത് വീട്ടിലെയാ, മോൻ ആര് മോന, അങ്ങനെ ആ രീതിയിലല്ലേ ചോദിക്കുക, അല്ലെ മോളെ ഏത് വീട്ടിലെയാ. സൊസൈറ്റിയിൽ നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ. ഇൻഡിവിജ്വലിനെക്കാട്ടും വാല്യൂ ഉള്ള സൊസൈറ്റിക്ക് ആയതുകൊണ്ടാണ് ഇൻഡിവിജ്വൽസിന്. ബേസിക്കലി ഫാമിലി നമുക്ക് എന്ത് തരുന്നുണ്ട്, ഓരോ ഇൻഡിവിജ്വൽസിനും ഫാമിലി ഐഡന്റിറ്റി തരും. ഇപ്പൊ നമ്മുടെ ആരെ മകള എന്ന് പറയുന്നത് നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഏത് കാസ്റ്റാന്നുള്ളത് എന്റെ ഐഡന്റിറ്റിയാണ് സൊസൈറ്റിയിലെ. അപ്പൊ അതിനനുസരിച്ചാണ് സൊസൈറ്റി എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര ആ നാട്ടിലൊരു പ്രമാണിന്റെ മോനാണെന്ന് വിചാരിക്കാം. ഞാൻ ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിച്ച് നാട്ടുകാർ എന്നെ പിടിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് ആളുകൾ ചോദിക്കും, നീ ആരെ മോനാ നിൽക്കും, ഞാൻ ഇന്ന ആളെ മോനാന്ന് പറയുന്നു. അപ്പൊ നീ ഇയാളെ മോനാണോ എന്ന് ഓക്കെ പോയിക്കോ, ഇനി ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഞാൻ കണ്ടോളാം, അച്ഛനെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ നിന്ന് എന്താക്കും, ഒഴിവാക്കും. നേരെ മറിച്ചിട്ട് ഇതേ ഞാൻ ചെയ്ത അതേ പ്രശ്നം തന്നെ വളരെ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ലോവർ ആളുകൾ താമസിക്കുന്ന, ലോവർ ഇൻകം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ ആൾ വന്നതെന്ന് വിചാരിക്കാം. നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നത്, ഇന്ന സ്ഥലത്ത് നിന്നാന്ന് പറയുന്നു. അവരോട് ട്രീറ്റ് ചെയ്യുന്നതും എന്നെ ട്രീറ്റ് ചെയ്യുന്നതും സൊസൈറ്റി ഒരേപോലെ ആയിരിക്കുമോ? ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന ഇപ്പൊ ഒരു കാസ്റ്റ് പോലെയുള്ള ലോവർ കാസ്റ്റ് താമസിക്കുന്ന ഏരിയയിൽ നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആദ്യം എനിക്ക് അടി തരും, പിന്നെ വർത്താനം പറയുള്ളൂ. മറ്റേടത്ത് എന്ത് ചെയ്യും, എനിക്ക് അടിയും കിട്ടില്ല, വർത്താനമില്ല, എന്നെ ഒഴിവാക്കി വിടും. ഇവിടെ എന്താണ് എനിക്ക് സൊസൈറ്റി തന്നിട്ടുള്ളത്? ഞാൻ എവിടുന്ന് വരുന്നോ
അതിന്റെ ഐഡന്റിറ്റി ആര് എനിക്ക് തരും? സൊസൈറ്റിയിൽ തരും. സോ ഫാമിലീസ് വിൽ ഗിവ് യു ആൻ ഐഡന്റിറ്റി, ഓൾസോ സോഷ്യൽ കോണ്ടാക്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന ആളുടെ മക്കളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറിപ്പോവില്ലേ? അപ്പൊ നിങ്ങൾ ഐഡന്റിറ്റി പോലെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ അച്ഛൻ പോലീസിലാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ പറയണം എന്റെ അച്ഛൻ ഇങ്ങനെ എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കാര്യം നേടാണ്ട് പെട്ടെന്ന് നേടാം. നിങ്ങൾ അച്ഛൻ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ്, യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ഇന്ന ആളുടെ മോളാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സർട്ടിഫിക്കറ്റ് എടുത്തു തരും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഫാമിലി തരുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഫാമിലി തരുന്ന ഐഡന്റിറ്റി പ്രകാരമാണ് സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ ബിഹേവിയർ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഫാമിലിയുടെ ഐഡന്റിറ്റി എന്താണോ അതിനനുസരിച്ച് ഞാൻ എന്റെ ബിഹേവിയർ എന്ത് ചെയ്യുന്നു? എക്സ്പെക്ടഡ് ബിഹേവിയർ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ പാർസൺ പറയുന്നത് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി വൺ ഈസ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷനിൽ എന്തൊക്കെ ചെയ്യും? ഫാമിലിക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ് ആൻഡ് വാല്യൂസ് ഉണ്ട്. ആ നോംസ് ആൻഡ് വാല്യൂസ് എന്താന്ന് നമ്മൾ പഠിപ്പിക്കും, ഇല്ലേ? ഇപ്പൊ ഫാമിലി പറയുന്ന നോംസ് ആണ് എന്ത് ചെയ്യാൻ പാടില്ല, കക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആർക്കാ ഗുണം? കട്ടിരുന്നെങ്കിൽ ശരിക്കും നമുക്കാണ് ഗുണം. പോയി കട്ടുകൊണ്ട് വന്നാൽ പണിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് നഷ്ടമാണ്? സൊസൈറ്റിക്ക് നഷ്ടമാണ്. അപ്പൊ സൊസൈറ്റി എന്ത് ചെയ്യും? ഓരോ ഫാമിലികളും ഇവൻ മോഷ്ടിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല. ആളുകൾ എന്ത് ചെയ്യണം? മൂത്ത ആളുകളെ റെസ്പെക്ട് ചെയ്യണം. കാരണം സൊസൈറ്റിയിൽ മൂത്തവര് അവർക്ക് അവരുടെ സ്പേസ് വേണമല്ലോ. അപ്പൊ നമ്മൾ പറയും മൂത്തവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് നിൽക്കണം, നമ്മൾ അവരെ കണ്ട് റെസ്പെക്ട് ചെയ്യണം, അല്ലെ? അതുപോലെ റിലീജിയസ് വാല്യൂസ് നമ്മൾ പഠിപ്പിക്കും. സോ അതേപോലെ തന്നെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്. അതായത് നമ്മൾ ജനിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോ ഫാമിലി ജനിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റാറ്റസ് ഉണ്ട്. ഞാനിപ്പം ഇവിടുത്തെ ഇപ്പം ഇന്ത്യയിലെ സംബന്ധിച്ചോളം ഞാൻ ഒരു ആര്യൻ ബ്രാഹ്മണായിട്ട് ജനിക്കുവാണെങ്കിൽ ഞാൻ ഹൈലി പ്രിവിലേജഡ് ആണ്. ഞാനൊരു ആര്യനാണ്, ദ്രാവിഡനല്ല, ആര്യനുമാണ്, ബ്രാഹ്മണനുമാണ്, എങ്കിൽ മെന്നുമാണ്. ദെൻ ഐ ആം ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് പേഴ്സൺ ഇൻ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചോളം ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആരായിരിക്കും? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ദ്രവീഡിയൻ ആയിട്ടുള്ള ഒരാളായിരിക്കും ഏറ്റവും ലീസ്റ്റ് പ്രിവിലേജ്ഡ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം എന്താ ഇതിനകത്ത് വ്യത്യാസം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾക്ക് ഈ ബ്രാഹ്മണനായിട്ടുള്ള ആര്യന് ഈസി ആയിട്ട് കിട്ടും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അത്ര ഈസി ആയിരിക്കില്ല. സോ എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ തന്നെ കിട്ടുന്നതാണ് എന്റെ കാസ്റ്റ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, എന്റെ ഫാമിലി നെയിം. ഇതിനനുസരിച്ചായിരിക്കും എന്റെ സോഷ്യലൈസേഷൻ വർക്ക് ചെയ്യുക. ഞാൻ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ എന്റെ ബിഹേവിയർ അങ്ങനെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, യു ആർ ബിക്കം എ വെജിറ്റേറിയൻ നോട്ട് ബൈ ചോയ്സ് ബട്ട് ബിക്കോസ് ഓഫ് യുവർ ഫാമിലി ഈസ് ഫ്രം വെജിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? നിങ്ങൾ സോഷ്യലൈസേഷൻ അങ്ങനെയായി മാറിയില്ലേ? നിങ്ങൾ വെജിറ്റേറിയൻ ആവാൻ കാരണം ഇന്നതാണ്. നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ഡ്രസ് ഇടാൻ കാരണം എന്താണ്? നിങ്ങളുടെ ഫാമിലി സെറ്റപ്പ്. പൂണൂൽ ഇടുക എന്ന് പറയുന്നത് ഫാമിലി സെറ്റപ്പാണ്. പൂണൂൽ ഇടില്ല എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി സെറ്റപ്പാണ്. ഫാമിലി എങ്ങനെയാണോ ആ ബാക്ക്ഗ്രൗണ്ട് വന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ സോഷ്യലൈസേഷൻ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ഓരോ ഫാമിലിയും ഓരോരുത്തർക്ക് ചെയ്യുന്ന അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട്. സോ ഫാമിലീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ടീച്ചിങ് ദെയർ ചിൽഡ്രൻ അബൌട്ട് കൾച്ചർ, ബിലീഫ്സ്, വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. അതേപോലെ തന്നെ വിച്ച് ഹെൽപ് ദം ടു ബിക്കം യൂഷ്വൽ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. To individual status identity, their ascribed status which individuals are born like race, nationality, class, position, religious. ഇതെല്ലാം നിങ്ങൾക്ക് ആരാ തരുന്നത്? ഫാമിലി തരുന്നത്. You are Hindu because you born to a Hindu family. You are Muslim just because you born to a Muslim family. അപ്പൊ ഈ ഐഡന്റിറ്റി, റിലീജിയസ് ഐഡന്റിറ്റി, എന്റെ റേസ് ഐഡന്റിറ്റി, എന്റെ നാഷണാലിറ്റി എല്ലാം തന്നത് ആരാണ്? എന്റെ ഫാമിലിയാണ്. ഇനി ഇതിനനുസരിച്ച് എന്റെ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ വളർത്തുന്നതും ആരാണ്? എന്റെ ഫാമിലിയാണ്. ഓക്കെ, പാട്രിയാർക്കൽ സൊസൈറ്റി ആണെങ്കിൽ വുമണ്ണെ അടിച്ച് അല്ലെ വളർത്തി ഒതുക്കി വളർത്തണം. മെന്നിനെ എന്ത് ചെയ്യണം? ഒരു വൃത്തികെട്ടവനായിട്ട് വളർത്തണം. ഇത് ആ സൊസൈറ്റിന്റെ നീഡാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ വളർത്തും. നമ്മൾ പെരുമാറുന്ന രീതി ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ സൊസൈറ്റിയിൽ പവർ ഉള്ളവനെ ബഹുമാനിക്കാൻ നമ്മളെ സൊസൈറ്റിയിൽ എപ്പോഴും പഠിപ്പിക്കും. അതുകൊണ്ടാണ് വലിയൊരു കാറിൽ വന്ന ഒരു BMW വന്നിട്ട് നിങ്ങളെ ബൈക്കിനെ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒച്ചപ്പാട് ഉണ്ടാക്കില്ല. എവിടെ നോക്കിയിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നതല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നാക്കിക്കോളാം, ശരിയാക്കാം. കാരണം അയാൾ എന്താണ്? റിച്ച് ആണ്. നേരെ മറിച്ചിട്ട് ചെറിയ റിക്ഷാവല ഓട്ടോക്കാരനാണ് നിങ്ങൾ വന്നിരിക്കുന്നെങ്കിലോ, ചെറിയ ബൈക്കിൽ തട്ടുന്നെങ്കിലോ, അപ്പൊ തുടങ്ങും നിങ്ങൾ എന്ത് ചെയ്യും? അവന്റെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ ബാക്കി സംസാരിക്കുള്ളൂ. ആളുകൾ സംബന്ധിച്ചില്ല, ആളുകളുടെ പവർ പൊസിഷൻ അനുസരിച്ച് ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ബിഹേവിയറിൽ ചേഞ്ച് വരും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, ഇഫ് യു വാണ്ടഡ് ടു ടെസ്റ്റ് വൺ പേഴ്സൺ റിയൽ ക്യാരക്ടർ ഗിവ് ഹിം പവർ. അപ്പൊ നമ്മളെല്ലാരും മേലെയുള്ളവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അയ്യാ എന്ന് പറയുന്നത് താഴെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് താത്തുകയും ചെയ്യും. അപ്പം ഓരോ ബിഹേവിയർ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഫാമിലി നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ടാണ്. നമ്മൾ പ്രിവിലേജ്ഡ് ആണോ അല്ലയോ, ഇതെല്ലാം ആരാ തരുന്നത്? നമുക്ക് ഫാമിലിയാണ് തരുന്നത്. രണ്ടാമത് ഫാമിലി തരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൽ ഫംഗ്ഷൻ ആണ്. ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ ഭയങ്കര JP Monroe പറഞ്ഞതും എല്ലാം ഏകദേശം സിമിലർ ആണ്. സെക്ഷൽ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫാമിലി പാർട്സം പറയുന്നത് വെച്ചാൽ ഇൻ വെസ്റ്റേൺ സൊസൈറ്റി ഫാമിലി എസ്പെഷ്യലി ടീച്ച് യു
to whom you can have a relationship and to whom you cannot have a relationship. Okay. ഫാമിലി എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ആരുമായിട്ടും റിലേഷൻഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആരുമായിട്ട് ഒരാൾക്ക് റിലേഷൻഷിപ്പ് പാടില്ല എന്നുള്ളതാണ് എന്ത് പഠിപ്പിക്കുന്നത്? ഫാമിലി വെസ്റ്റേൺ സൊസൈറ്റിയിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? പാർസൺ പറയുന്നത്. ബേസിക്കലി ഇൻസെസ്റ്റ് ടാബു. ഫാമിലി എന്ത് പഠിപ്പിക്കുന്നുണ്ട്? യു കനോട്ട് ഫെൽ ഇൻ ലവ് വിത്ത് യുവർ ബ്രദർ ഓർ സിസ്റ്റർ എന്നുള്ളത് ഒരു മോഡേൺ സൊസൈറ്റിയിൽ പഠിപ്പിക്കുന്ന ആരാണ്? ഫാമിലിയാണ്. അപ്പൊ ആരുമായിട്ടാണ് അക്സെപ്റ്റബിൾ റിലേഷൻഷിപ്പ്, ആരൊക്കെ ആയിട്ട് അക്സെപ്റ്റബിൾ റിലേഷൻഷിപ്പ് പാടില്ല എന്ന് ഫാമിലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലിന്റെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ വേറൊരു ഗുണം എന്താണ്? ഫാമിലി വിൽ ഹെൽപ്പ് അസ് ടു ക്രിയേറ്റ് ദ ഡൊമിനൻസ്. എങ്ങനെ? മാരേജ് അലയൻസ് വെച്ചിട്ട്. ഇതേ സെക്ഷൽ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഭയങ്കര മിഡിൽ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ റിച്ച് ആയ ഒരു മോളെയോ മോനെയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും എന്തായി? നമുക്ക് ആ സ്റ്റാറ്റസ് വരില്ല, റിച്ച് ആയില്ലേ. ഇപ്പൊ പൊളിറ്റീഷ്യൻസിന്റെ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആ പൊളിറ്റീഷ്യൻ പവർ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും കിട്ടും. സോ പണ്ട് മെഡിവൽ പീരീഡിലൊക്കെ ഇവരുടെ ടെറിട്ടറി എങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരുന്നേ? ഇപ്പൊ അക്ബറിന് രജ്പൂത്തിനുമായിട്ട് എന്ത് ചെയ്യണം? കോൺഫ്ലിക്ട് ഒഴിവാക്കണം. എന്ത് ചെയ്തു? രജ്പൂത്ത് ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് വളരെ ഈസിയാണ്. അപ്പം ആരെയാണ് ഒതുക്കാനുള്ളത്, ആരുമായിട്ടാണോ അലയൻസ് വേണ്ടത് അവരുമായിട്ട് എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഫാമിലി റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഓഫ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും? കൂടും. മെഡിവൽ പീരീഡ് ആയിരുന്നു നല്ലത്. മോഡേൺ പീരീഡ് ആർ റെസ്ട്രിക്റ്റഡ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലി വിൽ സർവ് ദ ഫംഗ്ഷൻ ഓഫ് പെർമിസിബിൾ ആൻഡ് ഫോർബിഡബിൾ റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളത് ഫാമിലി നമുക്ക് പറഞ്ഞുതരും. അനദർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആസ് പെർ പാർസൺ ഈസ് ദാറ്റ് ഈസ് എക്കണോമിക് ഫംഗ്ഷൻ. എക്കണോമിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ എക്കണോമിക് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു ഫാമിലി ചെയ്തിരുന്നത്? ഫാമിലി തന്നെയാണ് എക്കണോമിക് ഫംഗ്ഷൻ ചെയ്യുന്നത്. കാരണം ഫാക്ടറിയിലല്ലോ, ലാൻഡ് വീട്ടിന്റെ അടുത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ് എക്കണോമിക് ഫംഗ്ഷൻ നടക്കുന്നത്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ആസ് പെർ പാർസൺ ഫാക്ടറിയിലേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. സോ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ എന്ത് ചെയ്യില്ല? സർവ്സ് ദി ഫംഗ്ഷൻ ഓഫ് പ്രൊവൈഡിങ് ലേബർ പവർ ഇൻ അഗ്രികൾച്ചർ സെക്ടർ. പക്ഷെ മോഡേൺ സൊസൈറ്റി ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഫാമിലിയിൽ നിന്ന് എന്ത് ചെയ്തു? എക്കണോമിക്കൽ ഫംഗ്ഷൻ എടുത്തു കളഞ്ഞു, ഫാക്ടറിയിലായി. അതിന് പകരം പുതിയ ഫാമിലി വന്നു. അതെന്താണ്? ജോയിന്റ് ഫാമിലി ആയിരുന്ന ഫാമിലി ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ആയി, INS ആയി മാറി. ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ത് ചെയ്യും? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി വിൽ സപ്പോർട്ട് ദ ലേബർ സപ്ലൈ. ആവശ്യത്തിന് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക ഫാക്ടറിയിലേക്ക് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും? ലേബറിന് ചീപ്പ് ലേബർ അവൈലബിലിറ്റി, ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുക. ഇതിന് സോഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്. എത്ര മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യണം ഒരു ഫാക്ടറിയിൽ? 8 മണിക്കൂർ. സ്കൂൾ എത്ര മണിക്കൂർ ഉണ്ട്? 8 മണിക്കൂർ. എപ്പോ സ്കൂളിൽ പോകണം? ഫാക്ടറി പോകണം? രാവിലെ പോകണം. സ്കൂളിൽ എപ്പോ പോകണം? രാവിലെ പോകണം. വൈകുന്നേരം വരെ ഇരിക്കണം. ഫാക്ടറിയിൽ നമുക്ക് ഓരോ സ്ഥലത്തിനും എന്തുണ്ട്? ഓരോ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. സ്കൂളിലും നമുക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുന്ന എല്ലാ സാധനവും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് എവറി സ്കൂൾ വിൽ ടീച്ച് യു ടു ബി എ ഗുഡ് എംപ്ലോയി. ഏറ്റവും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോലി കിട്ടുന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. നെവർ എവർ ഫാമിലി ഒരു സ്കൂൾ ടീച്ച് യു ടു ബിക്കം ആൻ ഓണ്ടർപ്രണർ. ബിക്കോസ് ഓണ്ടർപ്രണർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റലിസ്റ്റ് ആയി. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിച്ചിന്റെ പൊസിഷനെ അത് ക്വസ്റ്റ്യൻ ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തായിരിക്കണം? നല്ല ജോലിക്കാരനായിരിക്കണം. ബെല്ലടിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങും. ഫാക്ടറിയിൽ വെക്കുന്ന ബെല്ലും സ്കൂളിൽ വെക്കുന്ന ബെല്ലും സെയിമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെയിം ബെല്ലടിക്കുമ്പോഴാണ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുക, സെയിം ബെല്ലടിക്കുമ്പോഴാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുക. എവറിത്തിങ് ഈസ് സെയിം. ബിക്കോസ് ലാസ്റ്റ് ഒരു 10-15 years ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്നത് യു വെർ ട്രെയിൻ ടു ബി എ ഗുഡ് സർവന്റ്, നോട്ട് ദി മാസ്റ്റർ. അതാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അവർ സ്കൂൾ സിസ്റ്റം ഡിസൈൻ ടു ബിക്കം എ ഗുഡ് എംപ്ലോയി. അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിയിൽ ഒരിക്കലും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ചോദിച്ചു നോക്കും, നിങ്ങൾ ഫാമിലി വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. സേഫ് ഏതാണ് മോനെ? ഗവൺമെന്റ് ജോലി. അതിപ്പം ചെറിയ ജോലി ആണെങ്കിലും എന്തായാൽ മതി? ഗവൺമെന്റ് ജോലി ആയാൽ മതി. പക്ഷെ ഗവൺമെന്റ് ജോലിനെക്കാട്ടും ബെറ്റർ ലൈഫ് വരുന്നത് ആക്ച്വലി ഓണ്ടർപ്രണർഷിപ്പ് മറ്റ് ഫീൽഡൊക്കെ ഉണ്ട്. ബട്ട് ഗവൺമെന്റ് ജോലി വി നീഡ് സ്റ്റെബിലിറ്റി. കാരണം എന്താണ്? നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ വേണം. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ എന്തായിരിക്കണം? മെന്റലി സ്റ്റേബിൾ. നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ വേണം. അപ്പൊ ഫാമിലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഫാക്ടറിക്ക് വേണ്ടി ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് കൊടുക്കും. ഫാമിലി ഈസ് നോട്ട് ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, റാദർ ദാൻ ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ ഫോർ ദി ലേബർ ഫോഴ്സ് വിച്ച് വിൽ പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ഇൻ ദി ഫാക്ടറി. പണ്ട് ഫാക്ടറി എന്തായിരുന്നു? സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു. അഗ്രികൾച്ചർ ഗുഡ്സ് ഉണ്ടാക്കും. ഇപ്പൊ എന്തായി മാറി?
സൈറ്റ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമായി കുട്ടികൾ ഉണ്ടാക്കുക. ടു പ്രൊവൈഡ് ലേബർ സപ്ലൈ ടു ദ ഫാക്ടറി വെയർ പ്രൊഡക്ഷൻ വിൽ ഹാപ്പൻ. ഇതാണ് ഫാമിലിന്റെ മോഡേൺ സൊസൈറ്റിയിലുള്ള റോള്. ഓക്കെ, ആവശ്യത്തിനുള്ള കുപ്പിന്ന് ഇറങ്ങി പോകാൻ പണിക്കാരെ ഉണ്ടാക്കുക, പണിയെടുപ്പിക്കാനാണ് നമ്മളെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, വളർത്തിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും പണിയെടുക്കൂല. അതാണ് നമ്മുടെ ഉദ്ദേശം. നാലാമത്തെ ഫംഗ്ഷൻ എന്താണ്? സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഫംഗ്ഷൻ. ഇവിടെ എന്താണ് ഫാമിലി ചെയ്യുന്നത്? ബേസിക്കലി നമുക്ക് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മൾ രാവിലെ വീട്ടിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ വഴി പോകുന്ന നമ്മൾ ചീത്ത വിളിക്കും. അപ്പൊ നമുക്ക് ഇമോഷണലി അത് ബാധിക്കും. അല്ലെങ്കിൽ ഫാക്ടറിയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ മാനേജർ നമ്മളെ ചീത്ത വിളിക്കും. മാനേജർ ചീത്ത വിളിക്കുമ്പോൾ ഈ ദേഷ്യം ആരെ കാണിക്കാൻ പറ്റില്ല, മാനേജറിന്റെ അടുത്ത് കാണിച്ചാൽ ഫാക്ടറി ഡിസ്ട്രപ്റ്റ് ചെയ്യും. അപ്പം ഈ ദേഷ്യം എങ്ങനെ മാറ്റണം? രാത്രി വീട്ടിൽ ചെല്ലുക, രണ്ടെണ്ണം അടിക്കുക, ഭാര്യനെ പിടിച്ച് രണ്ടെണ്ണം കുത്തുക, 2 ഇടി കൊടുക്കുക, 2 അടി കൊടുക്കുക. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു? ഈ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യുന്നു? ഫിസിൽ ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഫാമിലി തമ്മിൽ അടി കൂടുന്നത് എന്തിനാണ്? ബേസിക്കലി സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവർ ഈ ദേഷ്യം ഒരിക്കലും കമ്പനി പോയി കാണിക്കില്ല. ഫാമിലി ഉള്ള ഒരു ഗുണം അതാ, ഇവർ ഒരിക്കലും ഈ ദേഷ്യം കമ്പനി പോയി കാണിക്കില്ല. കാരണം കമ്പനി പോയി കാണിച്ചാൽ എന്ത് സംഭവിക്കും? ജോലി പോകും. ജോലി പോയി കഴിഞ്ഞാൽ ഫാമിലിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. ഇവരെന്ത് ചെയ്യും? ഇത് പരസ്പരം തീർക്കും. ഇപ്പൊ രണ്ടുപേരും ജോലിക്ക് പോകുന്നത് ഒരു ദിവസം ഭർത്താവിന് അടി കിട്ടുവാണെങ്കിൽ പിറ്റേ ദിവസം ഭാര്യയ്ക്ക് അടി കിട്ടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. അപ്പൊ അതിന്റെ പകരമായിട്ടാണ് നമ്മൾ സിനിമ ബക്കറ്റ് പൊട്ടിക്കുന്ന ഏർപ്പാടൊക്കെ വരുന്നത്. ഇപ്പം പുതിയ മറ്റേ സ്ട്രെസ് റിലീസിങ് സെന്റേഴ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ കഴക്കൂട്ടത്തൊക്കെ പോയി കഴിഞ്ഞാൽ IT പാർക്കുകളുടെ ഇടയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുക. കഴക്കൂട്ടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. റിവെഞ്ച് റേജ് സെന്റേഴ്സ് പോലെ. അവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോവാ, അവിടെ ട്യൂബ് ഉണ്ടാവും, ഗ്ലാസ് ഉണ്ടാവും, പ്ലേറ്റ് ഉണ്ടാവും. ഇതിങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഈ കലിപ്പന്മാരും കാന്താരിമാർക്കൊക്കെ അങ്ങനത്തെ കുറച്ച് ശീലങ്ങളുണ്ട്. അടിക്കുന്നത് ദേഷ്യം പിടിക്കും, മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല അല്ലെ? എന്റെ കൂട്ടുകാരൊക്കെ ചെയ്യായിരുന്നു, ഞാൻ ചെയ്യാറ്. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? അങ്ങനെ റേറ്റ് സെന്റേഴ്സ് ഉണ്ട് ഈ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി. ഇപ്പൊ കുറച്ചുകൂടി ഇത് ഞാൻ പറയുന്ന ഒരു കുറച്ച് കാലം മുന്നേ ഉള്ള ഫാമിലി. ഇപ്പോഴത്തെ ഫാമിലി കുറച്ചുകൂടി ഈഗാലിറ്റേറിയൻ അല്ലേ? ഇവിടെ ഇപ്പൊ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ഡിവോഴ്സ് വരുന്ന വരും. അപ്പൊ അതിന് പകരം ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് ഉണ്ട്. വാട്ട് എവർ ഫ്രസ്ട്രേഷൻ യു കം അപ്പ് വിത്ത്, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിനകത്ത് കയറാം, ഇത് അടിച്ചു പൊളിക്കാം, തകർക്കാൻ ട്യൂബ് അടിച്ചാൽ എല്ലാം അടിച്ച് തകർത്തി ഒക്കെ തീർത്തിട്ട് നമുക്ക് എന്ത് തിരിച്ചു ഒരു 250-300 രൂപ കൊടുത്താൽ മതി. എന്നാലും കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫ്രസ്ട്രേഷൻ പോകാൻ പറ്റും. പക്ഷെ പണ്ട് ഈ ഫ്രസ്ട്രേഷൻ ആരാ മാനേജ് ചെയ്തോണ്ടിരുന്നത്? ഫാമിലിയാണ് മാനേജ് ചെയ്യുന്നത്. ഫാമിലി എന്ത് ചെയ്തു? പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ലെവലിലാണ്. ഇനി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴാണ് ഇത് മാറുള്ളൂ കേട്ടോ. അപ്പം ഇപ്പൊ ആരാണ് മാനേജ് ചെയ്തത്? ഫാമിലിയാണ് മാനേജ് ചെയ്തത്. ഫാമിലി എന്ത് ചെയ്യും? ഈ അഡൽട്ട് പേഴ്സണാലിറ്റി ഫാമിലിയിൽ പാർട്സണൊക്കെ പറയുന്നത് ആണുങ്ങളാണ് പണിക്ക് പോകേണ്ടത്, പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിലിരിക്കണം. ആണുങ്ങളുടെ റോൾ എന്താണ്? ഇൻസ്ട്രുമെന്റൽ റോളാണ്, ബ്രെഡ് വിന്നർ റോളാണ് ആണുങ്ങൾക്കുള്ളത്. ഓക്കെ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് എന്നോട് തോന്നിയിട്ട് കാര്യമില്ല. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യണം? അഫക്റ്റീവ് റോളാണ്, ഇമോഷണലി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമോഷൻസ്, സ്നേഹം കൊടുക്കുക, ചേട്ടന് ഫുഡ് അല്ലെ, തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലെറ്റർ, അതിനകത്ത് ഫാക്ടറി നോക്കുമ്പോൾ വീണ്ടും സന്തോഷം, ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഷർട്ട് ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു, ഷർട്ട് തേച്ച് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഭാര്യമാരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ പാർസന്റെ ഭാര്യ അങ്ങനെയായിരുന്നു ഇരിക്കും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി എന്താണ്? അഫക്റ്റീവ് റോളാണ്. ഇൻസ്ട്രുമെന്റ് റോൾ ആരാണ്? ആണുങ്ങൾക്കാണ്. പൈസ ഉണ്ടാക്കുക, പണിയെടുക്കുക, സീരിയസ് ആയിട്ടിരിക്കുക. സോ ഇതൊക്കെ ആരുടെ റോളാണ്? പ്രൊവൈഡർ റോളാണ്. ഇൻസ്ട്രുമെന്റ് റോൾ എന്ന് പറയുന്നത് മെയിലിന്റെ റോളാണ്. ഇപ്പൊ പാർസൺ പറയുന്നത് ഫാമിലി എക്സ്പീരിയൻസ് ടെൻഷൻ മാനേജ്മെന്റ്, ഡീലിംഗ് വിത്ത് ഇമോഷണൽ, ഫിനാൻഷ്യൽ, സൈക്കോളജിക്കൽ ടെർമോയിൽസ്. ഇപ്പൊ പൈസ ഇല്ലാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യും? ഭാര്യ പറയും സാരമില്ല, 2 വളയെ കൂരി കൊടുത്ത് വിൽക്കേട്ടാ, നമുക്ക് സെറ്റ് ആവാം അല്ലെ? അല്ലെങ്കിൽ എന്ത് ഭയങ്കര മാനേജർ ചീത്ത വിളിക്കുമ്പോൾ മാനേജറിനെ പറ്റി ഭാര്യയും കൂടി ഇരുന്ന് 2 ചീത്തയൊക്കെ വിളിക്കും നമ്മളെടുത്ത്. അപ്പൊ നമുക്ക് തോന്നും കുഴപ്പമില്ല, ശരിയാവും എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ മാനേജ്മെന്റ് ആര് ചെയ്യും? സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഫംഗ്ഷൻ ചെയ്യും. ഇതൊക്കെയായിരുന്നു ട്രഡീഷണലി ഫാമിലിന്റെ ഫംഗ്ഷൻസ്. എന്തൊക്കെയാണ്? സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ, ഫ്രണ്ട്ഷിപ്പോ, സെക്ഷൽ ഫംഗ്ഷൻ, പിന്നെ എക്കണോമിക് ഫംഗ്ഷൻ, സൈക്കോളജിക്കൽ ഫംഗ്ഷൻ. ഇത് പഴയ ഫാമിലിന്റെ ഫംഗ്ഷനാണ്. മോഡേൺ സൊസൈറ്റിയിൽ പാർട്സൺ പറയുന്നത് ഈ 4 ഫംഗ്ഷനാണ് ഫാമിലിക്ക് ഉള്ളത്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ പാർട്സൺ പറയുന്നത് ഇതൊന്നുമില്ല, ആകെ 2 ഫംഗ്ഷനേ ഉള്ളൂ. ഒന്ന് എന്താണ്? പ്രൈമറി സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രൈമറി സോഷ്യലൈസേഷൻ. പിന്നെ ആര് നോക്കിക്കോളും? സ്കൂളാണ് നോക്കുന്നത്. സെക്കൻഡറി സോഷ്യലൈസേഷൻ. അപ്പൊ ഫാമിലിക്ക് 2 ഫംഗ്ഷനുകൾ. ഒന്ന് പ്രൈമറി സോഷ്യലൈസേഷൻ, കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സോഷ്യലൈസേഷൻ ആക്ടിവിറ്റി ചെയ്യുക, അവരെ പറയാൻ
വാല്യൂസ് പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യാം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. വീട്ടിലെ ചെറുതിന് എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് വാല്യൂസ് പറഞ്ഞു കൊടുക്കണം. വീട്ടിലെ മൂത്തതിന് എന്ത് ചെയ്യണം? അവന്റെ മെന്റാലിറ്റി, അവനെന്ന് പ്രശ്നങ്ങളൊന്നും നാട്ടിൽ പോയി ഉണ്ടാക്കാതിരിക്കാനുള്ള ബുദ്ധിയും ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഫാമിലി പറഞ്ഞു കൊടുക്കണം. അതായത് വീട്ടിൽ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ വീട്ടിൽ പണിക്ക് പോകുന്ന ചേട്ടനില്ലേ, ഹസ്ബൻഡ് ഇല്ലേ, ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളോ അഡൽട്ട് വീട്ടിലെ. അപ്പൊ ഈ അഡൽട്ടിന്റെ സ്വഭാവം എന്ത് ചെയ്യണം? ഇവൻ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തു പോയിട്ട് അലമ്പുണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഇവനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആർക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ? ഫാമിലി കൺട്രോൾ ചെയ്യണം. എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇമോഷണലി കൺട്രോൾ ചെയ്യും. ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരും, അതിനുവേണ്ടി ഇവൻ പണിയെടുക്കണം. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? ഇവന് നാട്ടിൽ പോയിട്ട് വൃത്തികേടൊന്നും കാണിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് തലവേദനയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആര് കൺട്രോൾ ചെയ്തോണം? ഫാമിലി കൺട്രോൾ ചെയ്യണം. ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഇമോഷനെ ആര് കൺട്രോൾ ചെയ്യണം? ഫാമിലി കൺട്രോൾ ചെയ്യണം. ഇവന് വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യണം? ഫാമിലിയിൽ നിന്ന് ഇവനെ കൺട്രോൾ ചെയ്യണം. സോ രണ്ട് ഫംഗ്ഷനാണുള്ളത്. ഒന്ന് കുട്ടികളുടെ സ്വഭാവം നന്നാക്കുക, രണ്ട് മൂത്തവരുടെ സ്വഭാവം നന്നാക്കുക. അതായത് ആസ് പെർ പാർസൺ ഇൻ മോഡേൺ സൊസൈറ്റി ഫാമിലി ഹാസ് ഓൺലി ടു ഫംഗ്ഷൻ, വിച്ച് ഇസ് പ്രൈമറി സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. അഡൽട്സിന്റെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ചിൽഡ്രൻ എന്ത് ചെയ്യുക? ലേൺ ദ കൾച്ചറൽ ആൻഡ് സൊസൈറ്റിക്കൽ നോംസ് പഠിപ്പിച്ചു കൊടുക്കുക ജനിച്ച സമയത്ത്. Then personality stabilization refers to role that family plays in assisting adult family members emotionally. Marriage between adult men and women is the arrangement through which adult personalities are supported and kept healthy. According to him, there is a specialization of roles within the nuclear family involved in husband adopting instrumental role. Husband role എന്താണ്? Instrumental role എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രെഡ് വിന്നർ റോൾ, പൈസ ഉണ്ടാക്കുന്ന പരിപാടി. ആൻഡ് breadwinner and wife assuming the affective or emotional or domestic life ആണ് സെറ്റിംഗ്സ് ആണ് ആർക്കുള്ളത്? വുമണിനുള്ളത്. അപ്പൊ വുമൺ എന്ത് ചെയ്യണം? വീട്ടിൽ ഇരുന്ന് പണിയെടുക്കണം. ഹസ്ബൻഡ് എന്ത് ചെയ്യണം? പണിക്ക് പോകണം. ഈ പണിക്ക് പോകുന്ന ആളുടെ പേഴ്സണാലിറ്റി സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫാമിലിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പം രണ്ട് രീതിയിൽ എഴുതാം. ജനറലി ദർ ആർ 4 ഫംഗ്ഷൻ ഫോർ ഫാമിലി, ബട്ട് ക്വസ്റ്റ്യൻ വരികയാണ് മോഡേൺ സൊസൈറ്റിയിൽ ഫാമിലിന്റെ ഫംഗ്ഷൻ എന്താണെങ്കിൽ ദർ ആർ ഓൺലി 2 ഫംഗ്ഷൻ ആസ് പെർ പാർസൺ. വൺ ഈസ് പ്രൈമറി സോഷ്യലൈസേഷൻ ആൻഡ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് ആണ് ഫാമിലിക്ക് ഉള്ളത്. ഈ ഒരു ടോപ്പിക് കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ലാസ്റ്റ് ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനും പിന്നെന്താ? പ്രൈമറി സിവിലൈസേഷൻ. ഓക്കെ, താങ്ക് യു. ഫംഗ്ഷനിസ്റ്റിന്റെ തന്നെ വേറൊരു കുറച്ചുകൂടി പോസ്റ്റ് മോഡേൺ ഫംഗ്ഷനിസ്റ്റിന്റെ തിങ്കിങ് ആണ് ഇത് കേട്ടോ. അവര് ബേസിക്കലി ഈ സ്റ്റഡി നടത്തത് എസ്ര എഫ് വോഗൽ എന്ന് പറയുന്ന ഒരാളും എസ്ര എഫ് വോഗലും നോർമൻ ഡബ്ല്യു ബെല്ലിന്റെയും ഒരു സ്റ്റഡിയാണ് ഫംഗ്ഷനും ഡിസ്ഫങ്ഷൻ ഓഫ് ഫാമിലി. ഇവർ പറയുന്ന ഫാമിലിയിൽ കുറച്ച് ഫംഗ്ഷനും ഉണ്ട്, ആക്ച്വലി ഡിസ്ഫങ്ഷനും ഉണ്ട്. ഫാമിലി എല്ലാവർക്കും ഫംഗ്ഷനല്ല, കുറച്ച് പേർക്ക് ഡിസ്ഫങ്ഷനാണ്. പുള്ളി പറയുന്ന ഇവര് സ്റ്റഡിയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് എങ്ങനെയാ സ്റ്റഡി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ചൈൽഡിനെ ആണ് ഇവർ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓരോ ചൈൽഡിനെയാണ് ഇവർ നോക്കുന്നത്. ഈ ചൈൽഡ് നോക്കിയിട്ട് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിന്റെ ഉള്ളിൽ അഡൽട്സ് ഹാപ്പിയാണ്, അതായത് അച്ഛനും അമ്മയും ഹാപ്പിയാണ്. ആക്ച്വലി കുട്ടികൾ അത്ര ഹാപ്പി ഒന്നുമല്ല, അതായത് ചിൽഡ്രൻ ഹാപ്പി അല്ല. അങ്ങനെയാണോ? അല്ലെ? നമുക്ക് കുറെ പ്രശ്നം, നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഫ്രീഡം ഉണ്ടോ ഫാമിലിയിൽ? ശരിക്കും നമുക്ക് വലിയ ഫ്രീഡം ഒന്നും തരാറില്ല. നമുക്ക് വലിയ റെലവൻസ് ഇല്ല. നമ്മളോട് വല്ല അഭിപ്രായം ചോദിച്ചിട്ടാണ് ഇവരെന്തെങ്കിലും ചെയ്യുന്നത്. ഇവര് ചെയ്യുന്ന എല്ലാ പണീന്റെ വള്ളിയും പക്ഷെ നമ്മൾ മേടിച്ചു നോക്കണം. ഇനി അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷന്റെ ഇമ്പാക്ട് ആർക്കാ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ, അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കലിപ്പ് മൊത്തം അമ്മേന്റെ അടുത്ത് തീർക്കും. ഈ കലിപ്പ് മൊത്തം അമ്മ ആരെടുത്ത് തീർക്കും? നമ്മളെടുത്ത് തീർക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവോ? ചില ദിവസങ്ങൾ നമ്മൾ രാവിലെ എണീറ്റില്ലേ അടുക്കള ചെന്നിട്ട് അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചെല്ലുമ്പോഴേക്കും 2 തെറിയായിരിക്കും അമ്മ. ഇത് എന്തിനാന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. എന്തിനാ ഇപ്പൊ ചീത്ത? വളരെ മാന്യമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന അമ്മയായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? അച്ഛനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് സടപടേ എന്നുള്ള 2 വണ്ടി ചീത്ത കേൾക്കും. ചില സമയത്ത് നമുക്കത് പറയാൻ പോലും പറ്റില്ല. ചില സമയത്ത് അച്ഛൻ വന്നിട്ട് അമ്മേനെ കുറ്റം നമ്മൾ പറയും, നമ്മുടെ അടുത്ത് കുറെ വന്ന് പറയും. അപ്പൊ നമ്മൾ കേൾക്കും അച്ഛൻ നമ്മളെ ഭാഗത്തായി, നമുക്ക് 2 തിരിച്ചു കുറ്റം പറയാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോയി നമ്മൾ 2 കുറ്റം പറയുമ്പോൾ അച്ഛൻ ഓൾറെഡി കാൽ മാറിയിട്ടുണ്ടാവും. ഇത് നമുക്കറിയില്ല. അതിന്റെയും കലിപ്പ് നമ്മളോട് തീർത്തു. അങ്ങനെയാണോ? അപ്പൊ ഒരു ദിവസം വീട്ടിലെന്തോ അടിയുണ്ടായ സമയത്ത്, അച്ഛനും അമ്മ അടിയുണ്ടായ സമയത്തെ അച്ഛൻ വന്നിട്ട് ഫുള്ള് എൻ്റെ അടുത്ത് വന്നിട്ട് ഫുള്ള് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് അവൾ എന്നെ ഇങ്ങനെയാ ട്രീറ്റ് ചെയ്തത്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഫുള്ള് പരാതി പറിച്ചിട്ട്. അപ്പൊ ഞാൻ നമുക്ക് ഓക്കെ, എനിക്കും കുറച്ച് പരാതി പറയണ്ട. അപ്പൊ നമ്മളപ്പോ ഒരു 2 ശത്രുക്കൾ തമ്മിൽ അല്ലെ, ഒരേ ശത്രു നമ്മൾ ഒന്നിക്കുമല്ലോ. ഒന്നിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം നിന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലേലും ഉമ്മ അങ്ങനെയാന്നേ എന്ന് പറഞ്ഞു.
അങ്ങനെയൊന്നും ഉമ്മനെ പറ്റി പറയാൻ പാടില്ല, മോശമല്ലേ. ഓഹോ, നിങ്ങൾ ടീമായോ? ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെപ്പോഴാണ് കാല് മാറുക എന്നുള്ളതും ഇവരെപ്പോഴാണ് തെറ്റാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവര് തെറ്റും തെറ്റാതിരിക്കും, ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മൈൻഡ് ആക്കരുത്, അല്ലെ നമ്മൾ പെട്ടുപോകും. ഓക്കെ, സോ ബേസിക്കലി ഇവര് ഈ തിയറിയിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചിൽഡ്രൻ ആണ് ഈ ഫാമിലിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ടീം. ഇവന്മാർ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഈ ഫാമിലി നിലനിന്ന് പോകാനുള്ള ഏറ്റവും മേജർ കാരണം എന്താ? ചിൽഡ്രൻ. നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചിലപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും പണ്ടേ ഡിവോഴ്സ് ആയി പോരെ. ചിലവര്, ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, മക്കളില്ല ഉള്ളതുകൊണ്ട് മാത്രമാണ് പല റിലേഷൻഷിപ്പ് ഇന്നും നിലനിന്ന് പോകുന്നത്. അത് ആ റിലേഷൻഷിപ്പ് ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ നിന്ന് പോകാനുള്ള മേജർ റീസൺ എന്താ? നമ്മൾ പറയാറില്ലേ, പണ്ടേ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നത്, പക്ഷെ എന്റെ മക്കളെ ആലോചിച്ചിട്ടാണ്. വെറുതെ ഇങ്ങനെ അമ്മമാര് അടി ഉണ്ടാവും പറയും, അച്ഛന്മാരും പറയും മക്കളെ ആലോചിച്ചിട്ടാണ്, ബാക്കി അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇവിടെ എന്തെങ്കിലും ചെയ്തേനെന്ന് പറയും. ഇവര് തമ്മിൽ എപ്പോൾ അടി ഉണ്ടെങ്കിലും ആരെ ആലോചിച്ചിട്ടാണ് ഇവര് നിന്നു പോകുന്നത്? നമ്മളെ ആലോചിച്ചിട്ടാണ്. പക്ഷെ നമ്മളെ തല്ലാൻ നേരത്ത് ഈ ഒരു രീതിയിലുള്ള സ്നേഹവും കാണാറുമില്ല. അപ്പം ബേസിക്കലി മക്കൾ ഉള്ളത് കൊണ്ട് പോസിറ്റീവ് ഓഫ് ഫാമിലി എന്ന് പറയുന്നത് ആർഗ്യുബിൾ ആണ്. ആർക്കാണ് ഫാമിലി പോസിറ്റീവ് ആവുന്നുള്ളത്? ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ, ഫാമിലി ബീങ് ഫങ്ഷണൽ ടു ഹും. ഫങ്ഷണൽ എന്ന് പറഞ്ഞു, ഓക്കെ, പക്ഷെ ആർക്കാണ് ഫങ്ഷൻ? രണ്ട്, ആൻഡ് ഫോർ വാട്ട്, എന്തിനാണ് ഫങ്ഷൻ? ആൻഡ് വോഗൽ ആൻഡ് ബെൽ ബേസ് ദർ ഫൈൻഡിങ് ഓൺ ദ ഇന്റൻസീവ് സ്റ്റഡി ഓഫ് സ്മോൾ നമ്പർ ഓഫ് അമേരിക്കൻ ഫാമിലീസ് കണ്ടെയ്നിങ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചിൽഡ്രൻ. സോ ഇമോഷണലി ഫാമിലി, അമേരിക്കൻ ഫാമിലീസിലാണ് സ്റ്റഡി നടത്തിയത്. ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയ ചൈൽഡിലാണ് സ്റ്റഡി നടത്തുന്നത്. They argue that ഈ hostility and tension or unresolved conflict between parents ആക്ച്വലി എവിടെയാണ് ഇതിന്റെ ഇമ്പാക്ട് പ്രൊജക്ട് ചെയ്യുന്നത്? കുട്ടികളെ മേത്താണ്. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ എല്ലാ സാധനവും ആരെ മേത്ത് തീർക്കും? കുട്ടികളെ മേത്ത് തീർക്കും. സോ അതുകൊണ്ട് തന്നെ എവറിത്തിങ് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ചൈൽഡ്. ദ ചൈൽഡ് ഈസ് ജസ്റ്റ് യൂസ്ഡ് ആസ് എ ഇമോഷണൽ സ്കേപ്പ് ഗോട്ട്. സ്കേപ്പ് ഗോട്ടിന് മലയാളം എന്താ? ബലിയാട്. അപ്പൊ നമ്മളാണ് ഇതിന്റെ ബലിയാട്. ആൻഡ് പാരന്റ്സ് ടു റിലീവ് ദർ ടെൻഷൻ, ചൈൽഡ് ബിക്കം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആൻഡ് അൺഎബിൾ ടു അഡ്ജസ്റ്റ് ദ ലൈഫ് അറ്റ് സ്കൂൾ ആൻഡ് നൈബർഹുഡ്. നമുക്ക് സ്കൂളിൽ പോയാൽ പഠിക്കാൻ പറ്റില്ല, അല്ലെ? തല്ല കിട്ടി ഭയങ്കര വിഷമം, അതിന്റെ വിഷമത്തിൽ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ എന്നും അടിപിടി, വീട്ടിൽ അടിപിടിക്കൊക്കെ നമുക്കും അടി കിട്ടും. അപ്പൊ അതാണ് നോർമലി നമ്മൾ തിരിച്ചു തല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ട അടിക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി ഈസ് വാട്ട് ഈസ് ഡിസ്ഫങ്ഷണൽ ഫോർ ദ ചൈൽഡ് ക്യാൻ ബി സീൻ ആസ് എ ഫങ്ഷണൽ ഫോർ ദ പാരന്റ്. ഫോർ ദ ഫാമിലി യൂണിറ്റ് ആൻഡ് ഫോർ ദ സൊസൈറ്റി ആസ് ഓൾ, parents release their tension on child. ഇപ്പൊ ഫാമിലി എന്ത് ചെയ്യുന്നു? ഈ ചൈൽഡിന് ഡിസ്ഫങ്ഷൻ ആണ് ഫാമിലി എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കിത് കൊണ്ട് ഗുണമൊന്നുമില്ല, കാരണം അടിയും പിടിയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ആർക്ക് ഫങ്ഷനിലാണ്? പാരന്റ്സിന് ഫങ്ഷനിലാണ്, സൊസൈറ്റിക്കും ഫങ്ഷനിലാണ്. കാരണം എന്താണ്? ഈ ദേഷ്യം എവിടെ തീർക്കില്ല? സൊസൈറ്റി തീർക്കില്ല. ഈ ദേഷ്യം ആരെടുത്ത് തീർത്തു? നമ്മളെടുത്ത് തീർത്തു. അപ്പൊ ഇവര് പുറത്തു പോയിട്ട് നല്ല രീതിയിൽ ബഹുമാനിക്കും, പെരുമാറും. ഓക്കെ, നമ്മൾ അടിക്കാനും പിടിക്കാനുള്ള ഒരു വസ്തു എന്നുള്ളതാണ് നമ്മളെ പറ്റിയിട്ട് ഫാമിലിയിൽ ഇവർ പറയുന്നത്. ഡിസ്റ്റർബ്ഡ് ആണ് ചൈൽഡ്. എസ്പെഷ്യലി അമേരിക്കൻ ന്യൂക്ലിയർ ഫാമിലി സൊസൈറ്റിയിലൊക്കെ ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ചിൽഡ്രനൊക്കെ നല്ല അടി കിട്ടും. ഇന്ത്യയിൽ പിന്നെ പറയണ്ടല്ലോ, ഇന്ത്യയിൽ തൊട്ടേനും പിടിച്ചതിനൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളെ ചില വീടുകളിലൊക്കെ നല്ല ചൂരിലൊക്കെ മേടിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലേ? കുറെ ചിലതിന്റെ ചൂരിലൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും. അങ്ങനെ കെട്ടിയൊരു പോത്തിനൊക്കെ അടിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുക? ചൂരിലൊക്കെ വെച്ചിട്ട് ആളുകൾ ഇട്ട് അടിക്കുക. ഫുള്ള് പാടും മേത്തും വേദന. നിങ്ങൾക്ക് അടിയൊന്നും കിട്ടിയില്ല? വീട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടില്ല? കിട്ടി, വളരെ കുറവല്ലേ? അത് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് നല്ലോണം കിട്ടിയിട്ടില്ല, ഉള്ളത് പറയാലോ. നല്ലോണം കിട്ടിയിട്ടില്ല, വൃത്തികെട്ട ഒരു വരി. അപ്പൊ അക്കോർഡിംഗ് ടു വോഗൽ ആൻഡ് വേഗൽ, ദ കോസ്റ്റ് ഓഫ് ചൈൽഡ് ഈസ് എ ലോ റിലേറ്റീവ് ടു ഫങ്ഷണൽ ഗെയിംസ്. അപ്പൊ ഈ ചൈൽഡിന് അടി കിട്ടുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആരും ഇതിൽ മൈൻഡ് ചെയ്യാത്തത്? ബേസിക്കലി കമ്പയർ ടു എഫക്ട് നോക്കുകയാണെങ്കിൽ അഡൽട്സിന്റെ പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ആണ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഈ ചൈൽഡ് കിട്ടുന്ന ഈ കോസ്റ്റ് ഓഫ് ഈവന്റ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് എന്ന് പറയുന്നത്. എന്താണ്? എൻ്റെ സൊസൈറ്റിന്റെ ഒരു ഇമ്പാക്ട് നോക്കുമ്പോൾ ഏറ്റവും ഇറലവന്റ് ആണ് ആര് ഇമ്പാക്ട് എന്ന് പറയുന്നത്? ചൈൽഡിന് കിട്ടുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്. കാരണം ആരാണ് മോർ ഇമ്പോർട്ടന്റ്? ഈ അഡൽട്ട് ഫാക്ടറി പോയി പണിയെടുക്കുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടന്റ്. അപ്പൊ അയാൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ ആരെ തല്ല് കിട്ടണം? നമുക്ക് തല്ല് കിട്ടണം. അതുകൊണ്ട് തന്നെ ഫോർ ദം ദേ ആർ സെയിങ് ദാറ്റ് ഈ പേഴ്സണൽ സ്റ്റെബിലൈസേഷന്റെ പ്രോസസ് ആയിട്ട് ചൈൽഡിനെ അടിക്കുന്നു. ആൻഡ് ഫോർ ദ പാരന്റ്സ് വിച്ച് അലോ ദം ടു എഫക്റ്റീവ്ലി പെർഫോം ദെയർ റോൾ ഇൻ ദ വൈഡർ സൊസൈറ്റി ആൻഡ് സ്റ്റഡി വർക്കിംഗ് റിലേറ്റീവ് റെസ്പെക്ടബിൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. സോ ഈ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ബാക്കിയുള്ള ആരെങ്കിലും തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ വേറെ ആരെങ്കിലും പോയിട്ട് ഇവര് തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യരാന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പൊ വീട്ടിൽ സ്വന്തം മക്കളെ തല്ലുന്ന അച്ഛനും അമ്മയെ മോശമെന്ന് ആരെങ്കിലും പറയോ? ഇറ്റ്സ് വെരി മക്കൾ തെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടിച്ചു വളർത്തണം എന്ന് തന്നെ പറയുന്നു. അടിച്ചു വളർത്താത്തതിന്റെ കുഴപ്പമെന്ന് പറയും ചിലപ്പം.
വീട്ടിൽ നിന്ന് തല്ല് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാര് തല്ലും. അപ്പൊ നമുക്ക് ആകെ ഒരു രീതിയിൽ വളർത്താൻ അറിയുള്ളൂ, എങ്ങനെ തല്ലി വളർത്താൻ. അതെന്തിനാ തല്ലി വളർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി തല്ലേണ്ട കാര്യം ഉണ്ടായിട്ടല്ല, വേറെ ആരെയും പോയി തല്ലാൻ പറ്റില്ല. തല്ലണേ ആരെ തല്ലാൻ പറ്റുള്ളൂ, തിരിച്ചു തല്ലാത്തവർ മാത്രമേ തല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർ ദം എസ്ര ബി വോഗലിനെ സംബന്ധിച്ചോളം എന്താ, നോർമൻ ബി ബെല്ലിനെ പറ്റി സംബന്ധിച്ചോളം ഫാമിലി ഈസ് ഫങ്ഷണൽ ടു അഡൽട്സ് ബട്ട് ഡിസ്ഫങ്ഷണൽ ടു ചിൽഡ്രൻ ആൻഡ് ചിൽഡ്രൻ ആർ യൂസ്ഡ് ആസ് എ scapegoat, emotional scapegoat for adult personality stabilization of parents. ഇത് ഫംഗ്ഷണൽ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഫംഗ്ഷനെതിരെയുള്ള ഒരു ക്രിറ്റിസിസം പോയിട്ട് ഇത് എഴുതാം. ഫംഗ്ഷണൽ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ആർക്ക് ഫംഗ്ഷണൽ ആണെന്നുള്ളതിലാണ് ചോദ്യം. ഇറ്റ് ഈസ് ഫംഗ്ഷണൽ ബട്ട് ഫംഗ്ഷണൽ ടു ഹും ആൻഡ് ഫോർ വാട്ട്, ഇതാണ് ഇവര് ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, ആർക്കാണ് ഇത് ഫംഗ്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫംഗ്ഷൻ. സോ ഇത്രയാണ് നമുക്ക് എന്ത് പറയാം, ഒരു ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ഫാമിലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫംഗ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇനീഷ്യൽ പെർസ്പെക്റ്റീവ് ആണ്. അവരെന്താണ് ചെയ്യുക, കോൺട്രിബ്യൂട്ടിങ് ടു സൊസൈറ്റി ആണ്. സൊസൈറ്റിന്റെ എല്ലാ ആസ്പെക്റ്റിലും ഇവരെന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുക, എല്ലാത്തിനും പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ, എല്ലാ സാധനവും അടിപൊളിയായിരിക്കും. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ച എന്താ, എല്ലാം ഗുണങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ, ദോഷങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഇതിന്റെ ഓപ്പോസിഷൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവരെന്തായിരിക്കും പറയാ, ക്രിട്ടിക്കൽ വ്യൂ പോയിന്റിൽ തന്നെ രണ്ട് തരം വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ക്രിട്ടിക്കൽ വ്യൂ പോയിന്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ്, രണ്ട് ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ്. മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ തിയറി ആയിട്ട് ബന്ധപ്പെടുന്ന മാർക്സിസ്റ്റ് പോയിന്റ് ആണ്. ബേസിക്കലി ഐഡിയോളജി എന്തായിരിക്കും, സൊസൈറ്റിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്താണ്, നെഗറ്റീവാണ്. ഇപ്പോൾ ഉള്ള സിസ്റ്റം ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ക്യാപിറ്റലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഫാമിലി, ഇവയാൾ എന്തായിരിക്കും ഫാമിലിനെ പറ്റി പറയാ, മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് ആണെങ്കിൽ. ഇപ്പൊ കാൾ മാർക്സ് ഒക്കെ അല്ലെങ്കിൽ ഏംഗൽസ്, കാൾ മാർക്സ് ഒക്കെ ഫാമിലിനെ പറ്റി എന്തായിരിക്കും പറയാ, ഫാമിലി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ക്യാപിറ്റലിസ്റ്റിന് സുഖമായിട്ട് പണിക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇവർക്ക് ശമ്പളം കൊടുക്കാതെ ആരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് എന്ന രീതിയിലായിരിക്കും പറയാ. ഇനി ഫെമിനിസ്റ്റ് എന്തായിരിക്കും പറയാ, ആർക്കാണ് ഫാമിലി ബെനിഫിഷ്യൽ, ഫങ്ഷണൽ, ആണുങ്ങൾക്ക് ഫങ്ഷനിലാണ്, ആർക്ക് ഫങ്ഷനൽ അല്ല, വുമണ് ഫങ്ഷനൽ അല്ല. കാരണം എന്താണ്, പെണ്ണുങ്ങളെ നമ്മളെ പണിക്ക് വിടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പണിക്കുള്ള ശമ്പളം കൂടിയാണ് ആര് മേടിക്കുന്നത്, ബേസിക്കലി ഈ ആണുങ്ങൾ മേടിക്കുന്നത്. കാരണം ഇയാൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കൊടുത്ത് കുട്ടികളെ സ്കൂളിൽ വിട്ടോണ്ടല്ലേ ഇവന് സുഖമായിട്ട് ഫാക്ടറി പണിയെടുക്കാൻ പോയത്. അപ്പം പെണ്ണുങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഫാമിലി. ഇതിനകത്ത് എക്സ്ട്രീം ചിന്താഗതിക്കാരുണ്ട്, അതായത് എക്സ്ട്രീം ഫെമിനിസ്റ്റുകൾ ഉണ്ട്, റാഡിക്കൽ ഫെമിനിസ്റ്റ് എന്ന് പറയും. ഇവരെ സംബന്ധിച്ചോളം ഇവർ ആണുങ്ങളുമായിട്ട് ഒരിക്കലും കല്യാണം പോലും കഴിക്കരുതെന്ന് അവർ പറയുന്നത്. ഗർഭം ചുമക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വുമൺ ബയോളജിക്കലി ഒക്കെ ഇങ്ങനെ നമ്മൾ പ്രഗ്നൻസി വരുന്ന സമയത്ത് വുമൺ ഡിപ്പെൻഡൻസി വരും. ഈ ഡിപ്പെൻഡൻസി വരുന്ന സമയം ആയതുകൊണ്ടാണ് വുമൺ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് റാഡിക്കൽ ഫെമിനിസ്റ്റ്, കല്യാണത്തിനൊക്കെ എതിരെ, ആണുങ്ങൾ കണ്ണിനെ കണ്ടുകൂടാ. ഓക്കെ, ബട്ട് ലിബറൽ ഫെമിനിസ്റ്റുകളൊക്കെ ഉണ്ട്. റാഡിക്കൽ ഫെമിനിസ്റ്റ് എക്സ്ട്രീം വ്യൂ പോയിന്റ് ആണ്. ലിബറൽ ഫെമിനിസ്റ്റ് പറയുന്ന ഈ സിസ്റ്റം എന്ത് ചെയ്യണം, മാറണം. പെണ്ണുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങളെ മൊത്തം വീട്ടിലിരുത്തി ആ പരിപാടി നടക്കില്ല, ഈക്വൽ ആയിരിക്കണം ജോബ് ചെയ്യുക, ഇക്വാലിറ്റിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ് പറയുന്നത്. സോ ഈ രണ്ട് വ്യൂ പോയിന്റും ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഈ ഫങ്ഷണൽ വ്യൂ പോയിന്റിന് അഗെയിൻസ്റ്റ് ആയിരിക്കും ഇവർ രണ്ടുപേരും. ഇതുവരെ ഫാമിലി അടിപൊളി 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 എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആകെ എന്തെങ്കിലും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, എസ്ര എസ് വോഗലിന്റെയും നോർമൻ ബി ബെല്ലിന്റെയും തിയറിയിൽ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഫാമിലിയിൽ ഫംഗ്ഷൻ ഉണ്ട് പക്ഷെ ഡിസ്ഫങ്ഷനും ഉണ്ട്. പക്ഷെ ഇവര് പറയാൻ പോകുന്നത് എല്ലാം ക്രിറ്റിസിസം ആയിരിക്കും, ഫാമിലി ഇനി തൊട്ട് മോശമായിരിക്കും. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട്, നാളെ ഇനി വെള്ളിയാഴ്ചയല്ലേ, നാളത്തെ ക്ലാസ് തൊട്ട് വിൽ ഡിസ്കസ് അബൌട്ട് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും നമ്മൾ ഫാമിലിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു. ഈ സെയിം ലിങ്ക് തന്നെ ജോയിൻ ചെയ്താൽ മതിയല്ലേ സാർ നാളെ? ആ ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഓൺലൈൻ? ഓക്കെ.